ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ബോധനയുടെ ഈ ബൈബിൾ സ്റ്റഡി 5ാമത്തെ സെഷനിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരുണ്ടല്ലോ, എല്ലാവരെയും പ്രാരംഭമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ഈ സെഷൻ ആരംഭിക്കാം. അഹമ്മദാബാദ് മാർത്തോമ ഇടവകാംഗമായ ശ്രീ ജോൺ മാത്യു ഷിബു പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതാണ്. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പരമപിതാവേ, ഈ ദിവസത്തിന്റെ സന്ധ്യയെങ്കിൽ കർത്താവേ, ഞങ്ങൾക്ക് പലയിടങ്ങളിൽ നിന്നായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കുവാനായിട്ട് തരുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രത്യേകാല കർത്താവേ, ഈ ബോധന പ്ലാറ്റ്ഫോമിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം ഞങ്ങൾ കാലികമായിട്ട് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ വചനം അത് ഞങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ട് ജീവിതാനുഭവങ്ങളിലെല്ലാം വഴികാട്ടിയായിട്ട് രൂപപ്പെടുവാനും ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ ആഗതനായിരിക്കുന്ന മനോജിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൃഷ്ടിയുടെ ഏറ്റവും പൂർണ്ണതയെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കൃത്യമായിട്ട് ഞങ്ങളോട് ഇടപെടണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലീഡ് ചെയ്യുന്ന സുനിലച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരെയും ദൈവമേ, ഇതിലെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ കർത്താവെ. വചനം ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെടണമേ. കേൾക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ കർത്താവെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായിട്ട് പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. ആമേൻ. ഇന്നത്തെ ഈ സെഷന് മോഡറേറ്ററായി നമുക്ക് ഇതെല്ലാം നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട റവറൻ ഡോക്ടർ അലക്സാണ്ടർ എ തോമസ് അച്ഛൻ, നമുക്ക് ഈ സെഷൻ നൽകുന്ന പ്രിയപ്പെട്ട മനു വർഗീസ് അച്ഛൻ, ഡോക്ടർ കെ എബ്രഹാം അച്ഛൻ, രാജു അഞ്ചേരി അച്ഛൻ, പി ജെ വർഗീസ് അച്ഛൻ തുടങ്ങിയ പ്രിയപ്പെട്ട അച്ഛന്മാരെ, ബോധനയുടെ സ്നേഹിതരെ, എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെഷന് മോഡറേറ്ററായിട്ട് നമുക്ക് നൽകുന്ന പ്രിയപ്പെട്ട റവറൻ ഡോക്ടർ അലക്സാണ്ടർ തോമസ് അച്ഛനാണ്. അച്ഛന്റെ സ്വദേശം കീക്കുഴൂരാണ്. 1982 മുതൽ മാർത്തോമ സഭയുടെ പട്ടക്കാരനായി സ്വദേശത്തും വിദേശത്തും വിവിധയിടങ്ങളിൽ വടക്കൻ തിരുവിതാംകൂർ മിഷണറി, ഭദ്രാസന കൗൺസിൽ അംഗം, പ്രതീക്ഷാ ഭവന്റെ ഡയറക്ടർ, ബൈബിൾ ട്രാൻസ്ലേഷൻ അതിന്റെ കമ്മിറ്റി അംഗം തുടങ്ങി വൈവിധ്യമാർന്ന നിലയിൽ അച്ഛൻ ശുശ്രൂഷ നിർവഹിച്ച് 2019 സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ചു. അച്ഛൻ നല്ലൊരു കൺവെൻഷൻ പ്രസംഗകനാണ്, വേദപുസ്തക വ്യാഖ്യാതാവാണ്, നല്ലൊരു സഹൃദയനാണ്. സോഷ്യൽ മീഡിയയിലും നമുക്കറിയാം വെബിനാറുകളിലുമൊക്കെ വളരെ സംഗതമായി ഇടപെടുന്ന വ്യക്തി കൂടെയാണ്. അച്ഛനോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ഇന്ന് മോഡറേറ്ററായിരുന്ന് ഇതെല്ലാം നിയന്ത്രിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നൽകുന്ന പ്രിയപ്പെട്ട മനു വർഗീസ് അച്ഛനാണ്. 2001 മുതൽ ആരംഭിച്ച ഒരു വലിയ സ്നേഹബന്ധമാണ്. ഞാൻ 2001 വാളകം സെൻട്രൽ പട്ടക്കാരനായി സേവനം അനുഷ്ഠിക്കുമ്പോൾ അച്ഛൻ അന്ന് വാളകം സെന്റർ യുവജന സഖ്യത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. വളരെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അച്ഛന്റെ സ്വദേശം, അച്ഛന്റെ മാതൃടവുക കമ്പങ്കോട് ഓൾ സെയിൻസ് മാർത്തോമ ചർച്ചാണ്. 2009 മാർത്തോമ സഭയിൽ പട്ടക്കാരനായി ശുശ്രൂഷ ആരംഭിച്ചു. ഇടവക വികാരി, ബസ്തർ മിഷന്റെ മിഷണറി, ധർമ്മജ്യോതി വിദ്യാപീഠ സെമിനാരിയുടെ അധ്യാപകൻ തുടങ്ങി വ്യത്യസ്തമായ നിലകളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോഴച്ഛൻ തുമ്പമൺ ശ്രേയസിന്റെ ഡയറക്ടറായും തുമ്പമൺ ക്രൈസ്റ്റ് മാർത്തോമ ചർച്ചിന്റെ വികാരിയായും സേവനം അനുഷ്ഠിക്കുന്നു. അച്ഛന് ഓൾഡ് ടെസ്റ്റമെന്റിൽ MTH പഠനം പൂർത്തീകരിച്ചു. നല്ലൊരു എഴുത്തുകാരനാണ്, ചിന്തകനാണ്. അച്ഛൻ എഴുതിയ പുസ്തകങ്ങളിൽ ചിലതാണ് സ്നേഹത്തിന്റെ പുറപ്പാട്, ഉത്തമ ഗീതത്തിനൊരു വ്യാഖ്യാനം. അതിന് അധികമാരും മലയാളത്തിൽ അങ്ങനെ എഴുതിയതായി കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നന്നായി വേദപുസ്തകം ഹൃദ്യമായി വ്യാഖ്യാനിക്കാനുള്ള അച്ഛന്റെ കഴിവ് ശ്രദ്ധേയമാണ്. അച്ഛനും കൊച്ചമ്മ 3 മക്കൾ അടങ്ങുന്നതാണ് കുടുംബം. അച്ഛനെ ഈ ബൈബിൾ സ്റ്റഡിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സസന്തോഷം അച്ഛൻ അത് സ്വീകരിക്കുകയും ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മനു വർഗീസ് അച്ഛനെ വളരെ സസന്തോഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം നമ്മുടെ സീനിയർ അച്ഛന്മാരായ ഡോക്ടർ കെ എബ്രഹാം അച്ഛൻ, രാജു അഞ്ചേരി അച്ഛൻ, PJ വർഗീസ് അച്ഛൻ തുടങ്ങിയ പ്രിയപ്പെട്ട അച്ഛന്മാർ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛന്മാരുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛന്മാരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വെബിനാറിൽ ബൈബിൾ സ്റ്റഡിയിൽ സംബന്ധിക്കുന്ന പലരും ഉണ്ടല്ലോ.
പലർക്കും ഒരുപക്ഷെ സമയത്തിന്റെ ഈ ക്രമം കൊണ്ട് പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും പലരും ഇതിനുശേഷം അത് യൂട്യൂബിലൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്. ഇതിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ പിന്നീട് അറിയിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാവരെയും ഹൃദ്യമായി ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ റവറൻഡ് ഡോക്ടർ അലക്സാണ്ടർ തോമസ് അച്ഛൻ തുടർന്ന് ഈ ബൈബിൾ സ്റ്റഡിയുടെ ക്രമീകരണങ്ങൾ നയിക്കുന്നതാണ്. അച്ഛനെ അതിനായി ക്ഷണിക്കുന്നു. ഓക്കെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള പ്രിയപ്പെട്ട മനു വർഗീസ് അച്ഛൻ, ആദരണീയരായ അച്ഛന്മാർ, ഈ ബോധനയുടെ പഠന ക്ലാസ്സിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായിരിക്കുന്ന സ്നേഹിതരെ, പ്രിയപ്പെട്ട അച്ഛൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ആ നല്ല സ്വാഗത വാക്കുകൾക്ക് സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ബോധന എന്ന പഠന പദ്ധതി വളരെ സഹായകരവും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തവുമാണ്. വളരെ പ്രധാനപ്പെട്ടതായ വേദപുസ്തക പഠനം ഇതിൽ കൂടെ നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഡി സുനിൽ അച്ഛൻ തികച്ചും ആദരവ് അർഹിക്കുന്നതായ ഒരു വ്യക്തിത്വമാണ്. അച്ഛനെ ഈ കാര്യത്തിൽ നേതൃത്വം നൽകുവാനായിട്ട് കാണിക്കുന്ന പ്രത്യേകതയ്ക്ക് പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാൻ അധികം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ബോധനയുടെ ഇന്നത്തെ പഠന വിഷയം സാബത്ത് ഫുൾനെസ് ഓഫ് ക്രിയേഷൻ, സബത്ത് സൃഷ്ടിയുടെ പൂർണ്ണത എന്നതാണ്. പഴയ നിയമ പണ്ഡിതനായിരിക്കുന്ന മനു വർഗീസ് അച്ഛൻ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ കഴിയുന്നതായ വ്യക്തിയാണ്. നമുക്കത് മനസ്സിലായിട്ടുണ്ട്. വളരെ പ്രസക്തവും എന്നാൽ നാം ഭാഗികമായി അധികം ചിന്തിക്കാത്തതുമായ ഒരു വിഷയമാണ് ഇന്ന് പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശബത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അധികം പഠനങ്ങളോ ക്ലാസ്സുകളോ പ്രസംഗങ്ങളോ ഒന്നും നമ്മൾ അധികം കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ നമ്മുടെ സവിശേഷമായ ശ്രദ്ധ ഈ വിഷയത്തിന് നൽകണം. നമ്മൾ ഈ ശബത്തിനെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണുന്നത് സൃഷ്ടിയോട് ചേർത്ത് നൽകുന്ന ശ്രദ്ധേയമായ ഒരു നിയോഗമായിട്ടാണ് കാണുന്നത്. അതായത് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആ സൃഷ്ടിയുടെ അനുബന്ധമായിട്ട് ശബത്തിനെ കൽപ്പിച്ച് ആക്കുകയാണ് ചെയ്തത്. യഹൂദ ചരിത്രത്തിൽ ഇത് വളരെ സുപ്രധാനമായിരുന്നു. ഇതിന് പല അർത്ഥങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. വിശ്രമം എന്ന അർത്ഥമുണ്ട്, ആരാധനാ ദിനം എന്നതായ അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ ലുക്കിംഗ് ബാക്ക്, പുറയിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതായിരിക്കുന്ന അർത്ഥവും ഈ സാബത്തിന് നൽകിയതായിട്ട് വേദപുസ്തക പഠിതാക്കൾ പറയുന്നുണ്ട്. ഇതൊക്കെ മനോഹരമായ ആശയമായിരുന്നുവെങ്കിലും നമ്മൾ കാണുന്നത് സബത്തിന്റെ നിർവചനത്തിലും പ്രായോഗികതയിലും പല വികലതകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് യേശുവിൻ്റെ കാലഘട്ടമായ സമയത്ത് ഈ സാബത്ത് അർത്ഥരഹിതമായ ഒരാചരണമായിട്ട് തീർന്നു. അതിനാൽ യേശുക്രിസ്തുവിൻ്റെ രൂക്ഷമായിരിക്കുന്ന വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഒരു വേദപുസ്തക ആശയമായിരുന്നു സാബത്ത്. യഹൂദന്മാർ സാബത്തിനെ ഒരു ആചാരമായി സ്വീകരിക്കുകയും അത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്കപ്പുറമായിട്ട് അല്ലെങ്കിൽ മനുഷ്യനെ അർത്ഥമില്ലാത്തതായിരിക്കുന്ന ഒന്നായിട്ട് അവർ തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് കർത്താവ് ഇതിനെ രൂക്ഷമായി വിമർശിച്ചു. കർത്താവ് പറഞ്ഞത് നമുക്കറിയാം, മനുഷ്യൻ ശബത്തിനായിട്ടല്ല, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന് കർത്താവ് അസന്നിഗ്ധമായി പറഞ്ഞു. മനുഷ്യന്റെ ആവശ്യത്തെക്കാൾ അധികമായി ശബത്തിനെ കാണരുത് എന്നതായ കാര്യവും സൂചിപ്പിച്ചു. ഇത് പരീശന്മാരെ വളരെയധികം അലോസരപ്പെടുത്തി. ഈ ശബത്തിന് ഒരു പുതിയ നിർവചനവും പുതിയ ചിന്തകളും യേശുക്രിസ്തു നൽകി. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പഠനം കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാബത്തിന്റെ ഒരു റീഡിങ്, ഒരു പുനർവായന ഉണ്ടാകണം എന്നുള്ളതായ അർത്ഥമാണ്. പ്രിയപ്പെട്ട മനു വർഗീസ് അച്ഛനിൽ കൂടെ ഈ സാബത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു പുനർവായനയും അത് പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്നതായ ആശയവും അതിന് പുതിയ നിയമ പ്രസക്തിയും അതുപോലെ തന്നെ കാലികമായ ഇന്നത്തെ കാലഘട്ടത്തിന് ഈ സബത്ത് എന്നുള്ളതായിരിക്കുന്ന ചിന്ത എങ്ങനെ പ്രസക്തമായിരിക്കുന്നു എന്നതിനെക്കുറിച്ചും അച്ഛൻ വിശദമായിട്ട് പറയും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത് പറയാനായിട്ട് കഴിവുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്.
പ്രിയപ്പെട്ട അച്ഛൻ്റെ ക്ലാസ് നമുക്കിന്ന് പ്രയോജനമാകട്ടെ. പുതിയ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുവാനായിട്ടിടയാകട്ടെ. മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷയിലും പ്രവർത്തന മേഖലകളിലും ഈ ചിന്തകൾ നമ്മെ കൂടുതൽ അർത്ഥവത്തായ ജീവിതത്തിന് വേണ്ടി നയിക്കുന്ന ഒരനുഭവമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മനു വറിസ് അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഡിസ്കഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള അവസരമുണ്ട്, അതും നമുക്ക് തുടരാവുന്നതാണ്. താങ്ക് യു അച്ഛൻ, താങ്ക് യു. പ്രാർത്ഥിക്കാം ഒരു നിമിഷം. ദൈവമേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി എടുത്തു വരുന്നു. തരങ്ങളെ വണക്കം. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും ധ്യാനിക്കുവാനും ഒക്കെ നീ തരുന്ന അവസരത്തിന് സ്തോത്രം. നീ ഞങ്ങളെ സൃഷ്ടിച്ച ലോകത്തിലാക്കി വെക്കുകയും സൃഷ്ടിയുടെ പൂർണ്ണതയെ ആസ്വദിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ വിളിക്കുകയും ചെയ്യുന്നതിന് നന്ദി. ശബത്തിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നിന്റെ കൃപ ഞങ്ങളോടെല്ലാം കൂടെ ഉണ്ടാകണമേ. നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ഈ മീറ്റിംഗിന്റെ മോഡറേറ്റർ ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ അലക്സാണ്ടർ തോമസ് അച്ഛൻ, എൻ്റെ പ്രിയ ഗുരുക്കന്മാരായ പ്രിയപ്പെട്ട അച്ഛന്മാർ, പ്രിയപ്പെട്ട കെ എ പ്രകാശൻ, ജോളി തോമസ് അച്ഛൻ, രാജു അഞ്ചേരി അച്ഛൻ, പ്രിയപ്പെട്ട സുനിൽ അച്ഛൻ, വിജയവർഗീസ് അച്ഛൻ, മറ്റേ പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ഏവരുമേ, വളരെ സന്തോഷം ഇന്ന് നിങ്ങളോടൊത്ത് ഒരുമിച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കുന്നതിനും ചില ചിന്തകളൊക്കെ പങ്കുവയ്ക്കുന്നതിനും ദൈവം തന്ന ഈ വലിയ ഭാഗ്യത്തെ ഞാൻ ഓർക്കുന്നു. ഇത് ഈ എൻ്റെ ഗുരുക്കന്മാരായ പ്രിയ അച്ഛന്മാരുടെ മുമ്പിൽ പ്രസംഗിക്കുക, സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കെ എ ബ്രാച്ചനും ജോളി തോമസ് അച്ഛനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നത് വളരെ പേടിയോടുകൂടി തന്നെയാണ്. എങ്കിലും ഈ ശബത്തിനെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകട്ടെ. പ്രധാനമായും 1-2 പുസ്തകങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് വായിക്കാൻ സാധ്യതയുള്ള, നമുക്ക് ഓൺലൈനായും ഒക്കെ ലഭിക്കുന്ന 1-2 പുസ്തകങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ശബത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും മനോഹരമായ 1-2 പുസ്തകങ്ങളാണ്. ഒന്ന്, എബ്രഹാം ജെ ഹെഷേൽ എന്ന എഴുത്തുകാരൻ എഴുതിയ സാബത്ത് ഇറ്റ്സ് മീനിങ് ഫോർ ദ മോഡേൺ മാൻ എന്നൊരു പുസ്തകമാണ്. മനോഹരമായ ഒരു പുസ്തകമാണ്. സാബത്ത് ഇസ് മീനിങ് ഫോർ ദ മോഡേൺ മാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് ശബത്തിനെ കുറിച്ചുള്ള ഒരു നല്ല ആധികാരികമായ ഒരു പുസ്തകമാണ്. മറ്റൊന്ന്, ഇന്നത്തെ കാലത്തെ പഴയ നിയമ ചിന്തകരിൽ ഏറ്റവും അഗ്രഗണ്യനായ വാൾട്ടർ ബ്രൂഗമൻ എന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ എഴുതിയ സാബത്ത് ആസ് റെസിസ്റ്റൻസ് എന്ന ഒരു പുസ്തകമുണ്ട്. ഇതൊക്കെ ശബത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും കുറച്ചുകൂടെ മുന്നോട്ട് പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്ന 2 പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളാണ് പ്രധാനമായും ഞാൻ എൻ്റെ വായനയ്ക്കും പഠനത്തിനും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റു പലതും ഉണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ടും അതാണ്. അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഈ ശബത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആരാധിക്കുന്ന ദിവസമാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അത്ര അർത്ഥവത്തായി ശബത്തിനെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മുടെ അച്ഛൻ ഓർപ്പിച്ചതുപോലെ ആരാധനയുടെ ഒരു ദിവസമായി മാത്രം ശബത്തിനെ വേർതിരിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകം അങ്ങനെ ഒരു ദിവസം ഒരു ആരാധനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒന്നായിട്ടല്ല ശബത്തിനെ കണ്ടിട്ടുള്ളത്. മറിച്ച് കുറച്ചുകൂടെ വിശാലമായി ഒരു ജീവിതത്തിന്റെ ശൈലിയായി ശബത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് വേദപുസ്തകം കാണുന്നതും മനസ്സിലാക്കുന്നത്. അതല്ലാതെ വന്നപ്പോഴാണ് ക്രിസ്തു പ്രധാനമായും ശബത്തിന്റെ അനുഭവങ്ങളെ, ആചരണങ്ങളെ എതിർക്കാനുള്ള പ്രധാന കാരണം അത് വെറും ഒരു ആചരണമായി മാത്രം അധംപതിച്ചു പോയപ്പോഴാണ്. അത് അന്നും ഇന്നും അതിന് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു അധംപതനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഇന്നത്തെ കാലത്തും എല്ലാ കാലത്തിലും ശബത്ത് എന്ന ചിന്ത പുതിയ ഒരു ജീവിത ശൈലിക്ക് വേണ്ടി നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു റബീനിക്കൽ സ്റ്റോറി, കഥ ഇങ്ങനെ പറയുന്നുണ്ട്.
ഈ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഒരു ജൂത റബിമാരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ ശബത്തിനുണ്ടാക്കുന്ന അപ്പത്തിന് മറ്റേതൊരു അപ്പത്തെക്കാളും സുഗന്ധവും രുചിയുമുണ്ട്, കാരണം എന്താണ് എന്ന് ചോദിച്ചു. അലക്സാണ്ടർ ചക്രവർത്തി ഈ റബിമാരോട് ചോദിച്ചാണ്. അതിന് അവർ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അപ്പത്തിനൊപ്പം ശബത്തിനെ ചുട്ടെടുക്കുകയാണ്. ഞങ്ങൾ ശബത്തിനൊപ്പമാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ശബത്തിനായി ഞങ്ങൾ തയ്യാറാക്കുന്ന സ്നേഹവും ഭക്തിയുമാണ് ഞങ്ങളുടെ ഈ ശബത്തപ്പത്തെ സവിശേഷമാക്കുന്നത്. ശബത്തിനായി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തയ്യാറാക്കുന്ന സ്നേഹവും ഭക്തിയുമാണ് ശബത്തിനെ അല്ലെങ്കിൽ ശബത്തപ്പത്തെ ഈ സവിശേഷമാക്കി മാറ്റുന്നത്. അത് അവരുടെ ഒരു ശബത്തിനെ കുറിച്ചുള്ള ഒരു യഹൂദ റബിമാരുടെ ചിന്തയാണ്. കാരണം ശബത്ത് സ്നേഹവും ഭക്തിയും നീതിയും അയൽപക്ക സ്നേഹവും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ചുട്ടെടുക്കേണ്ട ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ കഥയിലൂടെ. അത് റബിമാരുടെ ഒരു കഥയാണ്, മനോഹരമായ ഒരു കഥയാണ്. അപ്പോൾ ശബത്ത് എന്താണ് എന്നുള്ളതിന്റെ ഒരു വിശാല അർത്ഥം നൽകുന്നതാണ്. നമുക്കറിയാം, ഈ സൃഷ്ടിയെ ഈ പൂർത്തിയാക്കുന്ന ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ പൂർണ്ണതയാണ് 7-ാം ദിവസം. അത് ശബത്തിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ശബത്ത് ഈ ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്രമത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ബിലോങ്സ് ടു ദി ക്രിയേറ്റർ ഓർഡർ എന്ന് പറയാറ്. പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ കൊണ്ട് നിർത്തി എന്നുള്ളതല്ല. നമുക്കറിയാം, ഈ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ് മനുഷ്യനോട് പറഞ്ഞത്, മനുഷ്യന് കൊടുത്ത ഉത്തരവാദിത്വം ടിൽ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് എന്ന് വെച്ചാൽ, ഈ ദൈവത്തിന്റെ സൃഷ്ടി പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി അതിൽ ഇന്നോവേഷന് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതല്ല. പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി മുന്നോട്ട് അതിനൊരു സാധ്യതയും ഇല്ല എന്നുള്ളതല്ല. ടിൽ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ്, ഇനിയും വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മനോഹരമാക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം അവിടെ കൊണ്ട് തീർന്നു എന്നല്ല, സൃഷ്ടിയെ കുറച്ചുകൂടെ മനോഹരമാക്കുക എന്ന് തന്നെയാണ്. പാഴും ശൂന്യവുമായിരുന്ന സൃഷ്ടി അത് മനുഷ്യന്റെ ലോകത്തിന്റെ സൃഷ്ടിയുടെ എല്ലാറ്റിന്റെയും ജീവിതത്തിന് ഗുണകരമാക്കി മാറ്റി ദൈവം അത് മനുഷ്യനെയും മറ്റ് സൃഷ്ടികളെയും ഏൽപ്പിച്ചതിന് ശേഷം പറഞ്ഞത്, മേക്ക് ഇറ്റ് മോർ മീനിങ് മേക്ക് ഇറ്റ് മോർ ഫ്രൂട്ട്ഫുൾ ആൻഡ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. അപ്പോൾ ശബത്ത് ഈ ഒരു വെറുതെ ഇരിക്കുവാനായി കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വമല്ല, മറിച്ച് ശബത്ത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകാൻ വേണ്ടി കൊടുത്തൊരു ഉത്തരവാദിത്തം. നമുക്കറിയാം, 7-ാമത്തെ ദിവസം എല്ലാം സൃഷ്ടിച്ചത് ദൈവം എല്ലാം നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്താനല്ല ശബത്ത് ഏൽപ്പിച്ചത്, മറിച്ച് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ, മേക്ക് ഇറ്റ് മോർ ക്രിയേറ്റീവ് ആൻഡ് മേക്ക് ഇറ്റ് മോർ മീനിങ് ഫുൾ എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഫലഭൂയിഷ്ടമുള്ളതായി, കുറച്ചുകൂടെ മനോഹരമാക്കി, കുറച്ചുകൂടെ അർത്ഥവത്താക്കി ഈ സൃഷ്ടിയെ മാറ്റാനുള്ള ഒരു വിളിയാണ്. എന്നാൽ ഈ 2 ഭാഗത്താണ് പ്രധാനമായും ശബത്ത് നമ്മൾ കാണുന്നത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായമാണ്. അതാണ് നമ്മൾ പ്രധാനമായ വായനയ്ക്കായി പറഞ്ഞത്. അത് ഞാൻ ഒന്ന് വായിക്കാം. നമുക്കറിയാവുന്ന ഭാഗമാണ്. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായത് കൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. He blessed and sanctified the 7th day. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും കന്നുകാലികളും പടുതുവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം വായിച്ചാൽ അവിടെ ശബത്തിനെ 7-ാമത്തെ ദിവസം ഇങ്ങനെ മാറ്റിവെച്ച് ഈ വ്യത്യസ്തമായി ശബത്തിനെ ആചരിക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, അല്ലെ? ഈ ഒരു ഫിക്സ്ഡ് വീക്ക്ലി ഇൻസ്റ്റിറ്റ്യൂഷനായി ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അതിനെ മാറ്റിയിട്ടില്ല. അതിനെ ഒരു ഫിക്സ്ഡ് വീക്ക്ലി ഇൻസ്റ്റിറ്റ്യൂഷനായി ഒരു ശബത്തിനെ മാറ്റിയത് പുറപ്പാട് പുസ്തകത്തിലാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ സൃഷ്ടിയുടെ പൂർണ്ണതയും
പുറപ്പാടിന്റെ പൂർണ്ണതയും രണ്ടും വന്നു നിൽക്കുന്നത് ശബ്ബത്തിലാണ്. ദി ഫുൾനെസ് ഓഫ് ക്രിയേഷൻ ആൻഡ് ദി ഫുൾനെസ് ഓഫ് ഡെലിവറൻസ് ഓർ എക്സഡസ് കംസ് ഇൻ ദ സാബത്ത് എന്ന് വേണേൽ പറയാം. രണ്ടും വന്നു നിൽക്കുന്നത് ശബ്ബത്തിലാണ്. എന്നാൽ രണ്ടും രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ ഒരു 7ാമത്തെ ദിവസം വേർതിരിച്ച് അതിനെ ഒരു ആചരിക്കണം എന്ന് പറയുന്നില്ല. അത് വരുന്നത് ഈ പുറപ്പാട് പുസ്തകത്തിലാണ്. രണ്ടിലേക്കും നമുക്കൊന്ന് വരാം. രണ്ട് ചിന്തകളും കൂടെ ചേർത്ത് വെച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശബ്ബത്തിന്റെ അർത്ഥമൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞുവല്ലോ. ഇത് ടു സ്റ്റോപ്പ്, ടു സീസ് ആൻഡ് ടു ലുക്ക് ബാക്ക്, ടു സെലിബ്രേറ്റ് എന്നൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നാൽ 7ാം ദിവസത്തിന്റെ വളരെ പ്രത്യേകത 3 ക്രിയാപദങ്ങളാണ് ദൈവം ചെയ്തതായിട്ട് പറയുന്നത്. 3 words. ഒന്ന്, ഹി ബ്ലെസ്ഡ്, ഹി സാങ്ക്ടിഫൈഡ് ആൻഡ് ഹാലൂഡ്. ദൈവം ഹി റെസ്റ്റഡ്, ഹി ബ്ലെസ്ഡ് ആൻഡ് ഹി സാങ്ക്ടിഫൈഡ്. ദൈവം നിവൃത്തനായി അല്ലെങ്കിൽ വെറുതെ ഇരുന്നു, അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. 3 വാക്കുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന്, ദൈവം വെറുതെ ഇരുന്നു. 2, ദൈവം അനുഗ്രഹിച്ചു. 3, ദൈവം ശുദ്ധീകരിച്ചു. വേദപുസ്തകത്തിൽ ഈ സാങ്ക്ടിഫൈ അല്ലെങ്കിൽ ടു മേക്ക് ഇറ്റ് ഹോളി എന്ന് ആദ്യമായി പറയുന്നത് ഈ ദിവസത്തെയാണ്, 7ാമത്തെ ദിവസത്തെ ഒരു സമയത്തെയാണ്, മറ്റൊന്നിനെയല്ല. പിന്നീട് ഈ ചില സ്ഥലങ്ങളെയൊക്കെ അത് സാങ്ക്ടിഫൈഡ് അല്ലെങ്കിൽ ഹോളി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് മോശയോടൊക്കെ പറയുന്നത് അത് പിന്നീടാണ്. ദേവാലയത്തിലെ അൾത്താർ അല്ലെങ്കിൽ ഓൾട്ടർ അത് വിശുദ്ധമാണ് എന്നൊക്കെ പറയുന്നത് പിന്നീടാണ്. എന്നാൽ ആദ്യമായി ദൈവം ശുദ്ധീകരിച്ചു എന്നും ദൈവം അനുഗ്രഹിച്ചു എന്നും പറയുന്ന ഒന്ന് സ്ഥലത്തെയോ മനുഷ്യനെയോ അല്ല, മറിച്ച് ഈ സമയത്തെയാണ്. അതിലേക്ക് നമുക്ക് വരാം. 3-4 ചിന്തകൾ പങ്കുവെച്ച് മുന്നോട്ട് പോകാമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എന്താണ് ശബ്ബത്ത്? ശബ്ബത്ത് ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിവാക്കുന്ന, ഇറ്റ് റിവീൽസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിവാക്കുന്ന ഒന്നാണ് ശബ്ബത്ത്. ദൈവം 7ാമത്തെ ദിവസം നിവൃത്തനായി സ്വസ്ഥമായിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ദൈവത്തിന്റെ ഒരു ഒരു ട്രസ്റ്റ് ഓഫ് ഗോഡ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. എന്നാൽ ശബ്ബത്ത് നേരെ തിരിച്ചാണ്, ദൈവത്തിന്റെ വിശ്വാസമാണ്. എന്ന് വെച്ചാൽ ഈ 6 ദിവസം സൃഷ്ടി ചെയ്ത ദൈവം 7ാം ദിവസം വെറുതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിനറിയാം തന്റെ സൃഷ്ടി അത് അതിന്റെ അർത്ഥവത്തായി മുന്നോട്ട് പോകും എന്നുള്ള ദൈവത്തിന്റെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പും. എന്ന് പറയുമ്പോൾ ശബ്ബത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ വിശ്വാസമാണ്. ദൈവത്തിന് സൃഷ്ടിയിൽ, മനുഷ്യരിൽ മാത്രമല്ല സകല സൃഷ്ടിയിലുമുള്ള വലിയ വിശ്വാസമാണ്. അത് മരം അല്ലെങ്കിൽ ചെടികൾ അത് പൂക്കുമെന്നും അത് കായ്ക്കുമെന്നും, മൃഗങ്ങൾ അതിൻ്റെതായ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നും, മനുഷ്യൻ തന്റെ ഉത്തരവാദിത്വം വളരെ മനോഹരമായി ചെയ്യുമെന്നും, വൃക്ഷങ്ങൾ ഫലം കായ്ക്കുമെന്നും എല്ലാം ഉള്ള ദൈവത്തിന്റെ വലിയ ഒരു പ്രതീക്ഷയാണ് ശബ്ബത്ത്. അത് ഉത്കണ്ഠയില്ലാത്ത ഒരു ദൈവത്തെ കുറിച്ചാണ് കാണുന്നത്. എ ഗോഡ് വിത്തൗട്ട് ആൻസൈറ്റി. ഇത് നേരെയോ പോകുമോ ഇല്ലയോ എന്നുള്ള യാതൊരു ടെൻഷനും ആൻസൈറ്റിയും ഇല്ലാത്ത ഒരു ദൈവത്തെയാണ്. എ ഗോഡ് വിത്തൗട്ട് ആൻസൈറ്റി. അതേപോലെ തന്നെ എ ഗോഡ് ഇസ് നോട്ട് വർക്കഹോളിക്. 7ാം ദിവസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന മനുഷ്യന്റെ ഒരു വർക്കഹോളിക് നേച്ചറാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദൈവം 7ാം ദിവസം വെറുതെ ഇരുന്നാൽ വേദപുസ്തകത്തിലെ ദൈവത്തെ കുറിച്ച് പറയുന്നത് യാഹ്വേ ഇസ് നോട്ട് വർക്കഹോളിക്. ദൈവത്തിന്റെ സ്വഭാവമാണ്. യാഹ്വേ ഇസ് നോട്ട് ആൻഷ്യസ്. ദൈവം ഒരിക്കലും ഈ ഉത്കണ്ഠയുള്ള ദൈവമല്ല. ദൈവം ഒരിക്കലും ഇങ്ങനെ യാതൊരു റെസ്റ്റും ഇല്ലാതെ യാതൊരു ഒരു എന്താ ഈ വിശ്രമമില്ലാതെ വേലയെടുക്കുന്ന ഒരു ദൈവത്തെ അല്ല ശബ്ബത്ത് കാണിക്കുന്നത്. മറിച്ച് ശബ്ബത്ത് കാണിക്കുന്ന ദൈവം വിശ്രമമെടുക്കുന്ന, വിശ്വസിക്കുന്ന, തന്റെ സൃഷ്ടിയിൽ വിശ്വസിക്കുന്ന, തന്റെ സൃഷ്ടിയെ വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ ശബ്ബത്തെ കാട്ടിത്തരുന്നത്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വലിയൊരു വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസം മാത്രമല്ല. ശബ്ബത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രസ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഒരു വിശ്വാസമാണ്. ദൈവത്തിന്റെ സ്വഭാവം അതാണ്. ലോകത്തെ സൃഷ്ടിയൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ശബ്ബത്ത് നമുക്ക് നൽകുന്ന, നമ്മൾ ഈ ദൈവത്തെ ആണ് ആരാധിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്ന് ദൈവത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരാകണം. മറ്റുള്ളതിനെ ഒക്കെ വിശ്വസിക്കാനുള്ള ഹെൽപ്പുള്ളവരും കൂടെ ആകണം നമ്മൾ. ദൈവത്തിന് നമ്മെ വിശ്വസിക്കാമെങ്കിൽ നമുക്ക് ദൈവത്തെയും
നമ്മുടെ സഹോദരങ്ങളെ വിശ്വസിക്കാൻ സാധിക്കണം. ഇന്ന് ലോകം ശബത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസമില്ലാത്തൊരു ലോകമാണ്. അത് ദൈവത്തിൽ മാത്രമല്ല, സഹോദരങ്ങളെ പോലും ഒന്നിനെ പോലും വിശ്വാസമില്ലാത്ത ഒരു ലോകമാണ് ശബത്തില്ലാത്ത ലോകത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തെ കാട്ടിത്തരുന്ന ഒന്നാണ് ശബത്ത്. അത് തന്റെ സൃഷ്ടിയെ വിശ്വാസത്തിലെടുക്കുന്ന, യാതൊരു ആൻസൈറ്റി ഇല്ലാത്ത, വർക്കഹോളിക് അല്ലാത്ത ഒരു ദൈവത്തെ കാട്ടിത്തരുന്ന അനുഭവമാണ് ശബത്ത്. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ എന്ത് ആരാധിക്കുന്നോ അതാണ് നമ്മൾ. യു ആർ വാട്ട് യു ആർ വർഷിപ്പിംഗ്. നമ്മൾ ആരെ ആരാധിക്കുന്നോ അതാണ് നമ്മൾ. നമ്മൾ യഹോവയെ ആരാധിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടത്. നമ്മൾ ബാലിനെ ആരാധിക്കുന്നുവെങ്കിൽ ആ ബാലിന്റെ സ്വഭാവമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ഇന്ന് ആരാധിക്കുന്നത് ശബത്തിന്റെ ദൈവത്തെയാണെങ്കിൽ ആ ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവവുമായി മാറണം. അതുകൊണ്ട് ശബത്ത് ഒന്ന് നമ്മളോട് പറയുന്നത് ഇത് ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിവാക്കുന്ന. രണ്ട്, ശബത്ത് ഇസ് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ വേൾഡ്. ലോകത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശവും ആഗ്രഹവുമാണ് ശബത്ത്. ദൈവം ഈ ലോകത്തെ എങ്ങനെ കാണുന്നു? ദൈവം ലോകത്തെ, അല്ലെങ്കിൽ ലോകം സുരക്ഷിതമായി ദൈവത്തിന്റെ കരങ്ങളിലാണെന്നുള്ള തിരിച്ചൊരു വിശ്വാസം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശബത്ത് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ആണ്. ഒന്ന്, ദൈവത്തിന് തന്റെ സൃഷ്ടിയിലുള്ള വിശ്വാസം. രണ്ട്, സൃഷ്ടിക്ക് തന്റെ ദൈവത്തിലുള്ള വിശ്വാസം. ഈ മന്നയൊക്കെ കൊടുക്കുമ്പോൾ, ആഹാരം കൊടുക്കുമ്പോൾ 6 ദിവസം നിങ്ങൾക്ക് മന്ന ശേഖരിക്കാം. 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസത്തിനുള്ളത് കൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്ന വിശ്വാസം. ശബത്ത് ഇയറിന്റെ പ്രത്യേകത 7ാമത്തെ വർഷം ഭൂമി പോലും വെറുതെ ഇടണം എന്നുള്ളതാണ്. ഭൂമിക്കും ഈ വിശ്രമം ആവശ്യമാണ്. 7ാമത്തെ വർഷം വെറുതെ ഭൂമി ഇട്ടാൽ 6ാമത്തെ വർഷം നമുക്ക് 7ാമത്തെ വർഷം ജീവിക്കാനുള്ള വിളവ് കൂടെ ലഭിക്കുമെന്ന വിശ്വാസം. ഇത് മനുഷ്യന്റെ തിരിച്ചുള്ളൊരു വിശ്വാസമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ലോകം സുരക്ഷിതമാണ് എന്നുള്ള വിശ്വാസം. സോ സാബത്ത് ഈസ് എ മ്യൂച്വൽ ട്രസ്റ്റ്. ഒന്ന്, ദൈവത്തിന് തന്റെ സൃഷ്ടിയിലുള്ള വിശ്വാസമാണെങ്കിൽ, രണ്ട്, സൃഷ്ടിക്ക്, ലോകത്തിന് തന്റെ സൃഷ്ടിതാവിലുള്ള വിശ്വാസം കൂടിയാണ് ശബത്ത്. അപ്പൊ ശബത്ത് ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ആണ്. നമ്മൾ ഈ ശബത്ത് ദൈവം ലോകം മുന്നോട്ട് പോകുമെന്ന് വിശ്വസിച്ചതുപോലെ തന്നെ നമ്മുടെ ആരുടെയും പ്രയത്നപരമായിട്ടല്ല ലോകം മുന്നോട്ട് പോകുന്നതെന്നും നാം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടും നാം സുരക്ഷിതമാക്കുന്നത് കൊണ്ടുമാണ് ലോകം പോകുന്നത് എന്ന് ചിന്തിക്കരുത്. തിരിച്ചാണ്, ദൈവം ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകും. ദൈവത്തിന് ലോകത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഉള്ളതുപോലെ നമുക്ക് തിരിച്ചും ദൈവത്തിലുള്ള വിശ്വാസമാണ് ശബത്ത്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ പ്രതീക്ഷ കൂടിയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിവാക്കുന്നു. രണ്ട്, ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു പ്രതീക്ഷ കൂടിയാണ്. ഈ ലോകം അർത്ഥവത്തായി മുന്നോട്ട് പോകും, ദൈവം അതിനെ കരുതും എന്നുള്ള വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മുടെ ആരുടെയും ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന ലോകമല്ല ഇത്, രൂപപ്പെടുത്തേണ്ട ലോകമല്ല ഇത്. നമ്മളുടെ ഇഷ്ടമനുസരിച്ച് ചൂഷണം ചെയ്യുന്നതിനുള്ള ലോകം കൂടി അല്ല ഇത്. അതാണ് ശബത്ത് നൽകുന്ന ഒരു വെല്ലുവിളി. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ലോകത്തെ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് രൂപപ്പെടുത്തുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഇത് മുന്നോട്ട് പോകും എന്നുള്ള ഒരു വിശ്വാസം കൂടിയാണ്. ഇറ്റ്സ് എ മ്യൂച്വൽ ട്രസ്റ്റ്. 3, ശബത്ത് ഒരു പുതിയ മനുഷ്യത്വം, എക്സ്പ്രഷൻ ഓഫ് എ ന്യൂ ഹ്യൂമാനിറ്റി എന്ന് പറയാം. ഒരു പുതിയ മനുഷ്യത്വത്തെ പ്രദാനം ചെയ്യുന്ന എക്സ്പ്രഷൻ ഓഫ് എ ന്യൂ ഹ്യൂമാനിറ്റി എന്ന് പറയാം. വിൽഡ് ബൈ ഗോഡ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ മനുഷ്യത്വം എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സൃഷ്ടി എന്ന് വേണേൽ പറയാം. ഈ ലോകം എല്ലാത്തിനെയും കൂട്ടിവെക്കുന്നതിനും എല്ലാത്തിനെയും ചൂഷണം ചെയ്യുന്നതിനും വേണ്ടിയുള്ളതല്ലെന്നും, 7ാമത്തെ ദിവസം വെറുതെ ഇരിക്കുക, 7ാമത്തെ ദിവസം മനുഷ്യൻ ആഹാരം അല്ലെങ്കിൽ ദൈവം നൽകുമെന്നുള്ള പ്രതീക്ഷ, ഇതൊക്കെ കൂട്ടിവെക്കുന്ന, അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു ചിന്താധാരയ്ക്ക് വ്യത്യസ്തമായ ഒരു ധാര നൽകുന്നതാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ചിന്ത നൽകുന്നതാണ് ശബത്ത്. എന്ന് വെച്ചാൽ ഈ 6 ദിവസം, 6 ദിവസം നമ്മൾ കൂട്ടിവെച്ച മന്ന പറയുന്നത് പുഴുത്തു പോകുന്നതാണ്. 6 ദിവസം കൂട്ടിവെച്ചാൽ അത് പുഴുത്തു പോകും.
എന്നാൽ അത് കൂട്ടിവെക്കാനുള്ളതല്ല, പങ്കിടാനുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. ശബത്ത് ഒരു പുതിയ മനുഷ്യത്വമാണ്, പങ്കിടലിന്റെ മനുഷ്യത്വത്തെ കാട്ടിത്തരുന്നു. ഒരു പുതിയ സൃഷ്ടി, ഒരു പുതിയ മാനുഷിക സ്വഭാവത്തെ കുറിക്കുന്നതാണ് പങ്കിടലിന്റെ മാനുഷിക സ്വഭാവം. പങ്കിടലിന്റെ ഒരു അനുഭവം ഇത് കൂട്ടിവെക്കാൻ വേണ്ടിയുള്ളതല്ല, അക്യുമുലേറ്റ് ചെയ്യാനുള്ളതല്ല, ചൂഷണം ചെയ്യാനുള്ളതല്ല, അധികാരം കാണിക്കാനുള്ളതല്ല. ഇത് ദൈവത്തിന്റെ കൃപയിലും ദാനത്തിലും നമുക്ക് ലഭിച്ച ലോകമാണെന്നും നമ്മൾ അനുഭവിക്കുന്ന റിസോഴ്സസ്, അത് ആഹാരമാണെങ്കിലും വസ്ത്രമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും സമ്പത്താണെങ്കിലും ഒക്കെ ദൈവത്തിന്റെ ദാനമാണെന്നും ആ റിസോഴ്സസ് ഒന്നും നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ല എന്നും നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചിന്ത കൂടിയാണ് ശബത്ത്. കാരണം കൂട്ടിവെക്കുന്നതൊക്കെ ഒഴുത്തു പോകുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. 3 കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഒന്ന്, ശബത്ത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ശബത്ത് ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നമാണ്. ശബത്ത് മനുഷ്യനെ കുറിച്ച്, സൃഷ്ടിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു സ്വപ്നം കൂടിയാണ്. ഇത് 3ഉം ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ശബത്ത് ദൈവത്തിന്റെ സ്വഭാവം, ലോകത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ, മനുഷ്യനെ കുറിച്ചുള്ള പ്രതീക്ഷ. ഇനി മുന്നോട്ട് പോകുമ്പോൾ ശബത്ത് ഒരു പുതിയ സമയക്രമത്തെ കാണിക്കുന്നു, പുതിയ സമയത്തെ കാണിക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ദൈവം ആദ്യമായി അനുഗ്രഹിച്ചു എന്ന് പറയുന്നത്, ശുദ്ധീകരിച്ചു എന്ന് പറയുന്നത്, വേർതിരിച്ചു എന്ന് പറയുന്നത് സമയത്തെയാണ്, അല്ലെ? സാങ്ക്ടിഫൈയിങ് ദ ടൈം, നോട്ട് ദ പ്ലേസ്. ഈ ഉയർപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉയർപ്പ് വേദപുസ്തകം അടയാളപ്പെടുത്തുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന ഒരു സമയത്തെയാണ് പറയുന്നത്, നോട്ട് അബൌട്ട് എ സ്പേസ്. ഈ വേണമെങ്കിൽ എനിക്ക് എന്റെ ചിന്ത, വേണമെങ്കിൽ എഴുത്തുകാർക്ക് അല്ലെങ്കിൽ സുവിശേഷ എഴുത്തുകാർക്ക് എഴുതാമായിരുന്നു ഇന്ന സ്ഥലത്ത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന്. ശബത്ത് സ്ഥലത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, സമയത്തിനാണ്. ഉയർപ്പ് സ്ഥലത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, സമയത്തിനാണ്. എന്തുകൊണ്ടാണ്? കാരണം സ്ഥലം ലോക്കലൈസ് ചെയ്യപ്പെടും. ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകമായ ഇടം മാത്രമാണ്. സമയം യൂണിവേഴ്സലാണ്, എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നതാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളെന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്കാരനും ഇസ്രയേലിനും, അത് അമേരിക്കനും റഷ്യനും പാകിസ്ഥാനിക്കും ബംഗ്ലാദേശിനും എല്ലാം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഒരേപോലെയാണ്. അല്ലെങ്കിൽ സമയത്തിന്റെ അനുസരിച്ച് വ്യത്യാസമുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. എന്നാൽ സ്ഥലമാണെങ്കിൽ അത് ലോക്കലൈസ് ചെയ്യപ്പെടും, ഒരു പ്രത്യേകമായ ഇടത്തിലേക്ക് എത്തപ്പെടും. അതുകൊണ്ട് ശബത്ത് സാങ്ക്ടിഫൈ ചെയ്യുന്നത് സമയത്തെയാണ്, സ്ഥലത്തെയല്ല. ഗോഡ് ബ്ലസ്ഡ് ദ 7th day and made it holy എന്നാണ് പറയുന്നത്. 7ാമത്തെ ദിവസത്തെയാണ് കർത്താവ് അനുഗ്രഹിച്ചത്. അതുകൊണ്ട് ഇത് it challenges us to celebrate the time rather than the space. ഇടങ്ങളെ ആഘോഷിക്കുന്നതിന് പകരം സമയത്തെ ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ശബത്ത് ഒരു പുതിയ സമയക്രമത്തെ പ്രദാനം ചെയ്തതാണ്, അല്ലെ? പുതിയൊരു സമയത്തെയാണ് പ്രദാനം ചെയ്തത്. ഈ 7ാമത്തെ ദിവസം വേർതിരിച്ചു വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന അനുഭവം. സമയത്തെ സാങ്ക്ടിഫൈ ചെയ്യപ്പെടണം, സമയത്തെ വിശുദ്ധീകരിക്കണം. ഇന്ന് സമയം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് സമയം, ടൈം മീൻസ് എന്താ? മണി എന്നാണ്. സമയം പണമാണ്. നമ്മൾ ഓരോ മണിക്കൂറിനല്ലേ ജോലി ചെയ്യുന്നത്. സമയത്തെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റുന്ന ലോകത്തിൽ സമയത്തെ സാങ്ക്ടിഫൈ ചെയ്യണം, സാങ്ക്ടിഫൈ ദ ടൈം എന്നാണ് ശബത്ത് നമുക്ക് നൽകുന്ന വെല്ലുവിളി. ടൈം ഈസ് നോട്ട് മണി, ടൈം ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ശബത്ത് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അതാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. ടൈം ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ടൈം ഈസ് നോട്ട് മണി. ഈ പുറത്തുള്ളവരും നമ്മുടെ ജോലി ചെയ്യുന്നവരും ഒക്കെ പറയുകയാണെങ്കിൽ ടൈം മീൻസ് ഡോളേഴ്സ്, അല്ലെ? ഒരു സമയം എന്ന് പറഞ്ഞാൽ പണമാണ്. ഒരു മണിക്ക് ഇന്ന് നമ്മളുടെ ഈ ഇടവകളിലും ഒക്കെ നമ്മുടെ മിഷൻ ഫീൽഡിലും ഒക്കെ നമുക്ക് ആളുകൾ ധാരാളം പണം തരാൻ തയ്യാറാണ്. എത്ര വേണമെങ്കിലും പണം തരും, ചോദിച്ചാൽ കാശ് തരാൻ ആളുകൾ തയ്യാറാണ്. സമയമാണ് പ്രശ്നം. കാരണം സമയം എന്ന് പറയുന്നത് വലിയ വിലയുള്ളതാണ്, അല്ലെ? അതിനെ നമ്മൾ ഇന്ന് കമ്മ്യൂണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു. സമയത്തെ നമ്മൾ ഒരു വസ്തുവൽക്കരിച്ചു എന്ന് വേണേൽ പറയാം. കാരണം സമയത്തിന് കൊടുക്കേണ്ട വിശുദ്ധി കൊടുക്കുന്നില്ല. ദൈവം ആദ്യമായി വിശുദ്ധീകരിച്ചത് സമയത്തെയാണെങ്കിൽ ഇറ്റ് ചാലഞ്ചസ് us to sanctify our every moment. ശബത്ത് അതിനുള്ള വെല്ലുവിളിയാണ്. ടു sanctify the time, to qualify the time. 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള 6 ദിവസത്തെയും ക്വാളിഫൈ ചെയ്യുന്ന സമയമാണ്. 7ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ബാക്കി 6 ദിവസവും നമുക്ക് എന്ത് ഇഷ്ടം ചെയ്യാമെന്നുള്ളതല്ല. ഇറ്റ് ക്വാളിഫൈസ് ദ എൻറ്റയർ ടൈം.
നമ്മുടെ 7-ാമത്തെ ദിവസം അല്ലെങ്കിൽ നമ്മൾ ശബത്ത് ദിവസം ശുദ്ധീകരിക്കുന്നത് ബാക്കി 6 ദിവസത്തെയും ശുദ്ധീകരണത്തിന്റെ ഒരു ആകത്തുകയാണ്. ഇറ്റ് ക്വാളിഫൈസ് ദ എൻറ്റയർ ടൈം, നോട്ട് എ പർട്ടിക്കുലർ ടൈം. എല്ലാ സമയത്തെയും ക്വാളിഫൈ ചെയ്യുന്നതിന്റെ ഒരു അടയാളമാണ് ശബത്തിന്റെ 7-ാമത്തെ ദിവസത്തെ ടൈം. അതുകൊണ്ട് ഇറ്റ് ക്വാളിഫൈസ് ആൻഡ് ഇറ്റ് സാങ്ക്ടിഫൈസ് ദ ടൈം. നമ്മുടെ സമയത്തെ എവറി മൊമെന്റ്, ടു സാങ്ക്ടിഫൈ എവറി മൊമെന്റ്, അതിനുവേണ്ടി നമ്മെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് ശബത്ത്. നമ്മുടെ ഓരോ നിമിഷത്തെയും വിശുദ്ധീകരിക്കണം. ഇടങ്ങളെ മാത്രമല്ല, പിന്നീട് വേദപുസ്തകത്തിൽ ഇടങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുന്നുണ്ട്, അത് വിശുദ്ധമാണെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ പിന്നീട് ഈ പുറപ്പാടിലേക്കൊക്കെ വരുമ്പോഴാണ്, നമ്മുടെ ഈ ദേവാലയമൊക്കെ നിർമ്മിക്കുമ്പോഴാണ് അത് വിശുദ്ധമാണ് അതിവിശുദ്ധമാണെന്നൊക്കെ പറയുന്നത്. എങ്കിലും ആദ്യമായി ദൈവം വിശുദ്ധീകരിച്ചത് സമയമാണ്. ബിക്കോസ് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇറ്റ്സ് നോട്ട് മണി, ഇറ്റ്സ് നോട്ട് എ കമ്മ്യൂണിറ്റി. We have to sanctify our entire moment, or എല്ലാ നിമിഷത്തെയും വിശുദ്ധമാക്കാനുള്ള ഒരു വിളി കൂടിയാണ് ഈ ശബത്ത്. മുന്നോട്ട് പോകട്ടെ. അടുത്തത്, ശബത്ത് ഒരു ആത്മീയതയാണ്, വിശ്രമത്തിന്റെ ആത്മീയതയാണ്. എ സ്പിരിച്വാലിറ്റി ഓഫ് റെസ്റ്റ് എന്ന് വേണേൽ പറയാം. Sabbath promotes a spirituality of rest. If God took rest, why don't we? ദൈവത്തിന് ഈ റെസ്റ്റ് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പാടില്ല? ഈ ശബത്ത് നമ്മെ വെല്ലുവിളിക്കുന്നത് വിശ്രമിക്കാൻ കൂടിയാണ്. ഈ റെസ്റ്റ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ചിന്താധാര തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ സെൻ ഗുരുക്കളുടെ ഇടയിൽ, ഈ ബുദ്ധ ഗുരുക്കളുടെ ഇടയിൽ അവരുടെ ഒരു മനോഹരമായ ചിന്തയാണ് റെസ്റ്റ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന പോലെ റെസ്റ്റ്ഫുൾനെസ്. ഈ കുറച്ചു നാൾ മുമ്പ് മരിച്ചുപോയ ഒരു ബുദ്ധ സന്യാസി, അദ്ദേഹത്തിന്റെ പേര് തിക് ഹട്ട് നാൻ. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പലരും കേട്ടിട്ടുള്ള പേരായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായ ഒരു ചിന്തയുണ്ട്, ഈ റെസ്റ്റിംഗ് ഇൻ ദ റിവർ, നദിയിൽ ഇറങ്ങി വിശ്രമിക്കുക എന്നുള്ളത്. റെസ്റ്റ് ഇൻ ദ റിവർ, അദ്ദേഹം അതൊരു മനോഹരമായ ചിന്തയാണ് പറഞ്ഞത്. ഈ കല്ല്, പെബിൾസ്, വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ അതിങ്ങനെ രൂപപ്പെട്ട് മനോഹരമായ പെബിൾസ് ആയി വരുന്നതിനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ചിന്തയാണ് റെസ്റ്റ് ഇൻ ദ റിവർ. എനിക്കത് വായിച്ചപ്പോൾ തോന്നിയ ഒരു ചിന്ത ഈ പഴയ നിയമത്തിലെ ഈ നാമാനുമായി ബന്ധപ്പെട്ടാണ്. എലീശയുടെ അടുക്കൽ ഈ കുഷ്ഠരോഗം മാറാനായി വരുമ്പോ എലീശയുടെ അടുക്കൽ വരുന്നതിനെ കുറിച്ച് വായിക്കുന്നത് ധാരാളം സമ്പത്ത്, കുതിരകൾ, രത്നം, രഥങ്ങൾ, ഇതൊന്നും എല്ലാം കൊണ്ട് തന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഇദ്ദേഹം എത്തും. താൻ കൊണ്ടുവരുന്നത് മുഴുവൻ താൻ നേടിയ അധികാരവും സമ്പത്തും ഒക്കെ ആയിട്ടാണ് ഈ പ്രവാചകന്റെ അടുക്കൽ വരുന്നത്. അതൊന്നും നോക്കാതെ പ്രവാചകൻ ഈ മനുഷ്യ നാമാനോട് പറയുന്നത്, പോയി നദിയിൽ മുങ്ങാൻ. അതും ഒരു പ്രാവശ്യമല്ല, 7 പ്രാവശ്യം മുങ്ങണമെന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഈ ഒരു വിളിയാണ്, റെസ്റ്റ് ഇൻ ദ റിവർ, ടേക്ക് എ റെസ്റ്റ്. അവിടെ പോയി കുറച്ചു നേരം ഒന്ന് മുങ്ങാൻ എന്ന് പറയുമ്പോ ടേക്ക് എ റെസ്റ്റ്. ഒരു പ്രാവശ്യം മുങ്ങിയാൽ പോരാ, 7 പ്രാവശ്യം, ടേക്ക് എ ടൈം. അതൊന്ന് മുങ്ങി നിവരണം എന്ന് പറയുമ്പോ ഇത് ഒരു ശബത്തിനുള്ള വിളിയാണ്, ടേക്ക് എ റെസ്റ്റ്. എന്തിനു വേണ്ടിയാണ്? അച്ഛൻ നേരത്തെ പറഞ്ഞു, ഈ ശബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു അർത്ഥം ടു ലുക്ക് ബാക്ക്. ഒരു പക്ഷേ ഒരു തിരിഞ്ഞു നോട്ടത്തിനായിരിക്കാം. ഒരു ടേക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നതിനായിരിക്കാം, നമ്മുടെ അനുഭവങ്ങളെ ഒന്നുകൂടെ തിരിച്ചറിയുന്നതിനൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇത് എന്ത് തന്നെ ആയാലും റെസ്റ്റ്ഫുൾനെസ്, ശബത്ത് നൽകുന്ന ഏറ്റവും വലിയ ചിന്ത സ്പിരിച്വാലിറ്റി ഓഫ് റെസ്റ്റ് ആണ്, ഈ വിശ്രമത്തിന്റെ ആത്മീയതയാണ്. നമ്മൾ പറഞ്ഞു 2 ശബത്ത് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് സൃഷ്ടിയിലാണ്, 2 പുറപ്പാടിലാണ്. പുറപ്പാടിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ശബത്തിന്റെ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ടു ക്രിയേറ്റ് എ സാബത്ത് കമ്മ്യൂണിറ്റി. ഈ ഈജിപ്തിന്റെ പ്രത്യേകത, മിസ്രൈമിന്റെ പ്രത്യേകത, അവിടെ ശബത്തില്ലായിരുന്നു. കാരണം അവിടെ ഈ മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവന് റോ മെറ്റീരിയൽ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. റോ മെറ്റീരിയൽ കുറച്ച് കൊടുത്തു, കൂടുതൽ കഷ്ടപ്പെടുമ്പോൾ മാത്രമേ അവൻ ആഹാരം ഉണ്ടാക്കാൻ, അവന്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണമെങ്കിൽ കൂടുതൽ കഷ്ടപ്പെടണം. ഈ അടിമ കൂടുതൽ കഷ്ടപ്പെടണമെങ്കിൽ അടിമയെ നോക്കുന്ന ഊഴിയ വിചാരകർ അല്ലെങ്കിൽ ടാസ്ക് മാസ്റ്റേഴ്സ് അവരും കൂടുതൽ കഷ്ടപ്പെടണം. കാരണം അവരും കൂടുതൽ സമയം ഇവരുടെ കൂടെ നിൽക്കണം. ഈ ടാസ്ക് മാസ്റ്റേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ അവരുടെ മുകളിൽ നിൽക്കുന്ന ഒഫീഷ്യൽസ് അവരും വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, ഈ ഈജിപ്തിന്റെ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് പിരമിഡിക്കലാണ്. എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ആർക്കിടെക്ചർ പോലെ ഏറ്റവും അടിയിൽ വിശാലമായ ഈ അടിമകളുടെ കൂട്ടം,
അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വന്ന് ടോപ്പിലേക്ക് എത്തുമ്പോൾ കിങ് ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അതാണ് അവരുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ സ്ട്രക്ചർ പറയുന്നതനുസരിച്ച് അടിയിലെ അടിമ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടണമെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന രാജാവും അതേപോലെ ജോലി ചെയ്യണം. രാജാവ് ഇവരെ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഓരോരുത്തരും തൊട്ട് മുകളിലെ ആളുകളും കൂടുതൽ ജോലി ചെയ്താൽ, വർക്ക് എടുത്താൽ മാത്രമേ ഏറ്റവും അടിയിൽ നിൽക്കുന്ന ആളുകൾ പോലും വർക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ അർത്ഥം ഫ്രം ദ ടോപ്പ് ടു ബോട്ടം അവർക്ക് ശബത്ത് റെസ്റ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഈ മിസ്രൈമിൽ ശബത്തില്ലാതിരുന്ന സമൂഹത്തെ ദൈവം വിളിച്ച് പുറപ്പാടിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഒരു ശബത്തുള്ള സമൂഹമായി മാറ്റാനാണ്. അതുകൊണ്ട് ഗാഡ് ഓഫ് ദ ബൈബിൾ, ഗാഡ് ഓഫ് ഇസ്രയേൽ ഇസ് എ സാബത്ത് ഗിവിംഗ് ആൻഡ് സാബത്ത് ഡിമാൻഡിങ് ഗോഡ് എന്ന് പറയാം. ഈ പഴയ നിയമത്തിലെ ദൈവം ശബത്ത് കൊടുക്കുന്ന, ശബത്ത് ആവശ്യപ്പെടുന്ന ദൈവമാണ്. മിസ്രൈമിൽ ശബത്തില്ലാതിരുന്ന ഒരു സമൂഹത്തെ വിളിച്ച് ഇറക്കി മരുഭൂമിയിൽ ശബത്ത് നൽകി ഒരു ശബത്തിന്റെ സമൂഹമാക്കി മാറ്റി. അവരോട് പറഞ്ഞത്, നിങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിക്കണം, ശബത്ത് അനുഭവിക്കണം, 7ാമത്തെ ദിവസം വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിയോളജി ഓഫ് റെസ്റ്റ് എന്നാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വിശ്രമം നൽകാൻ നമുക്ക് സാധിക്കണം. എന്നാൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നം, നമുക്ക് വിശ്രമമില്ല എന്നുള്ള. ഉറക്കത്തിൽ പോലും നമ്മൾ കഷ്ടപ്പെടുകയാണ്, അല്ലെ? RIP നമ്മൾ എഴുതി വെക്കും, റെസ്റ്റ് ഇൻ പീസ്. മരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. വി ആർ സ്ട്രഗിളിംഗ് ഇൻ ലൈഫ് ആൻഡ് റെസ്റ്റിംഗ് ഇൻ പീസ് എന്ന് വേണേൽ പറയാം. മരിക്കുമ്പോൾ മാത്രമേ നമുക്ക് റെസ്റ്റ് ഉള്ളൂ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെ? എന്നാൽ നമ്മളിങ്ങനെ ഒരു അസ്വസ്ഥതയുടെ ഊർജം വേറിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. എനർജി ഓഫ് റെസ്റ്റ്ലെസ്നെസ് എന്ന് വേണേൽ പറയാം. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ ഒക്കുന്നില്ല. ഒരു നിമിഷം സമാധാനത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. വെറുതെ ഇരിക്കാൻ നമുക്ക് ആർക്കും ഒക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ മൊബൈലെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഒരു റെസ്റ്റ് ഇൻ ലൈഫ് നമുക്ക് ഒക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും റെസ്റ്റ് ഇൻ പീസ്. മരിക്കുമ്പോൾ ഇങ്ങനെ മാത്രം റെസ്റ്റ് ആയിട്ട്, സ്ട്രഗിളിംഗ് ഇൻ ലൈഫ് ആൻഡ് റെസ്റ്റിംഗ് ഇൻ പീസ് ആണ്. ഇങ്ങനെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കാൻ. ഈ ആലീസ് ഇൻ വണ്ടർലാൻഡിൽ റെഡ് ക്വീൻ എന്ന് പറയുന്ന ഒരു റെഡ് ക്വീൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു ചിന്ത പറയുന്നു. റെഡ് ക്വീൻ ഹൈപ്പോത്തിസിസ്. ഈ റെഡ് ക്വീൻ ഹൈപ്പോത്തിസിസ് ആലീസ് ഇൻ വണ്ടർലാൻഡിലെ ഒരു പുസ്തകത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു അനുഭവമാണ്. റെഡ് ക്വീനിന്റെ മുൻപിൽ ആലീസ് ചെല്ലുമ്പോൾ റെഡ് ക്വീൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആലീസും കൂടെ ഓടും. നമ്മുടെ ഈ ചില ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന അവരിങ്ങനെ നടക്കത്തേ ഉള്ളൂ, നമ്മളും കൂടെ നടക്കണം. നമ്മൾ നിന്ന് സംസാരിക്കാൻ സമയമില്ലാത്തത് പോലെയാണ്, അല്ലെ? നമ്മൾ കൂടെ നടന്നു വേണം സംസാരിക്കാൻ. അവരിങ്ങനെ പൊക്കൊണ്ടിരിക്കും. കാരണം അവർ കാണിക്കുന്നത്, അവരിങ്ങനെ എപ്പോഴും തിരക്കാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അവരിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മളും ഇങ്ങനെ കൂടെ നടന്ന് സംസാരിക്കും എന്ന് പറയുന്ന പോലെ ആലീസ് ചെല്ലുമ്പോൾ റെഡ് ക്യൂൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ റെഡ് ക്യൂവിന്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ആലീസ് ചോദിക്കും, നിങ്ങൾ എന്താ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണോ, നടക്കുന്നില്ലേ? അപ്പോൾ ഉടനെ ഈ റെഡ് ക്യൂൻ അവളോട് ചോദിക്കും, നീ ഇവരെ കാണുന്നില്ലേ? ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ലേ? അപ്പൊ ആലീസ് പറയും, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല. അപ്പോൾ ഇവിടെ റെഡ് ക്യൂൻ പറയുന്ന ഒരു ചിന്തയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിൽക്കണമെങ്കിലും നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കണം. ഒരു സ്ഥലത്ത് നിൽക്കണമെങ്കിലും ഓടിക്കൊണ്ടേയിരിക്കണം. മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ ട്രെഡ്മില്ലിൽ നമ്മൾ നിൽക്കണമെങ്കിലും, ഒരു സ്ഥലത്തിന് നിൽക്കണമെങ്കിലും നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇന്ന് അങ്ങനെ ഒരു ലോകത്തിലാണ്. ശബത്ത് അതിനോടുള്ള എതിർപ്പാണ്. ഒരേ സ്ഥലത്ത് നിൽക്കണമെങ്കിലും നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണമെന്ന റെഡ് ഹൈപ്പോത്തിസിന്റെ, ട്രെഡ്മിൽ ഹൈപ്പോത്തിസിന്റെ ഓപ്പോസിറ്റ് ആണ് ശബത്ത്. സ്പിരിച്വാലിറ്റി ഓഫ് റെസ്റ്റ്ഫുൾനെസ്, റെസ്റ്റ് ഇൻ ലൈഫ്, നോട്ട് റെസ്റ്റ് ഇൻ പീസ്. നമ്മൾ മരിക്കുമ്പോഴല്ല റെസ്റ്റ് എടുക്കേണ്ടത്. കാരണം God of the Bible is not a workaholic God. God of the Bible is not an anxious God. വേദപുസ്തകത്തിലെ ദൈവം ഈ ഇത്ര വലിയ ആകാംക്ഷയുള്ള ദൈവമൊന്നുമല്ല, ഇത്ര വലിയ വർക്കഹോളിക് അല്ല. ദൈവം റെസ്റ്റ് എടുക്കുന്നതാണ്. ഇഫ് ഗോഡ് ടുക്ക് റെസ്റ്റ്, ഐ ഡോണ്ട് വി, നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതുകൊണ്ട് ശബത്ത് എന്ന് പറയുന്നത് ഈ ഒരു വിശ്രമത്തിന്റെ ആത്മീയത പകർന്നു നൽകുന്നത്. മറ്റൊന്ന്, ശബത്ത് അയൽപക്ക ആത്മീയതയും കൂടെ നൽകുന്നതാണ്. സ്പിരിച്വാലിറ്റി ഓഫ് നെയ്ബർലിനെസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഈജിപ്തിന്റെ പ്രത്യേകത, അവിടെ ശബത്തില്ലായിരുന്നു. അവിടെ ശബത്തില്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റെസ്റ്റ് ഇല്ലാതിരുന്നത് മാത്രമല്ല, അവിടെ വളരെ കുറച്ച് റോ മെറ്റീരിയൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ഈ ഉണ്ടാക്കേണ്ട കട്ടകളുടെ എണ്ണം കുറച്ചിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം ദേ ഹാവ് ടു വർക്ക് മോർ, കൂടുതൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു.
അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ they become mere competitor, not a neighbor. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് എന്റെ കൂടെ മത്സരിക്കുന്ന ആളാണ്, എന്റെ അയൽക്കാരനല്ല. അയൽക്കാരനാകുന്നത് എവിടെയാണ്? അത് ശബത്തുള്ളപ്പോഴാണ്. ശബത്തില്ലാത്ത, റെസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് അയൽക്കാരില്ല, കോമ്പറ്റീറ്റർ, മത്സരിക്കുന്നവർ മാത്രമാണ്. എന്നാൽ ഈ പുറപ്പാടിലേക്ക് വരുമ്പോ, മരുഭൂമിയിലേക്ക് വരുമ്പോ, അവിടെ എല്ലാവർക്കും ആഹാരം കിട്ടും. മന്ന എല്ലാവർക്കും ഒരേപോലെ കിട്ടും. ആർക്കും കൂടുതലുമില്ല, കുറവുമില്ല. എല്ലാവർക്കും കിട്ടുമ്പോ അവിടെ ആഹാരം ദൈവത്തിന്റെ ദാനമാണ്. മറ്റെടുത്ത ആഹാരം ഫറവോന്റെ ഔദാര്യമാണ്. വർക്ക് ചെയ്താൽ മാത്രം കിട്ടുന്ന ഔദാര്യമാണ്. അപ്പോൾ എല്ലാവരും കോമ്പറ്റീറ്റർ ആയിട്ട് മാറി. എന്നാൽ മരുഭൂമിയുടെ പ്രത്യേകത, അവിടെ റിസോഴ്സസ് ഒക്കെ ദൈവം നൽകുന്ന ദാനമാണ്. അപ്പോൾ അവിടെ കോമ്പറ്റീറ്റർ ഇല്ല, നെയ്ബർ മാത്രമേ ഉള്ളൂ. അവിടെ നോട്ട് സ്പിരിച്വാലിറ്റി ഓഫ് കോമ്പറ്റീഷൻ, ബട്ട് എ സ്പിരിച്വാലിറ്റി ഓഫ് നെയ്ബർലിനെസ്. അല്ലെ? അപ്പൊ അയൽപക്ക ആത്മീയത സാധ്യമാകുന്നത് ശബത്തുള്ള സമൂഹത്തിൽ മാത്രമാണ്. നമ്മൾ ആരാധിക്കുന്ന സമൂഹം, ശബത്തുള്ള സമൂഹം, അയൽപക്ക ആത്മീയതയുള്ള സമൂഹമാണ്. സ്പിരിച്വാലിറ്റി ഓഫ് നെയ്ബർലിനെസ്, നോട്ട് സ്പിരിച്വാലിറ്റി ഓഫ് കോമ്പറ്റീഷൻ. എന്നാൽ ഈജിപ്തിലെ ദൈവസങ്കല്പം ഇങ്ങനെയുള്ള ദൈവസങ്കല്പം അല്ല. ആത്മീയത, അവർ കൊടുക്കുന്ന ആത്മീയത ഈ മത്സരത്തിന്റെ ആത്മീയതയാണ്. അവിടെ കൊടുക്കുന്ന ആത്മീയത എങ്ങനെയും നേടണമെന്ന ആത്മീയതയാണ്, കൂട്ടിവെക്കണമെന്ന ആത്മീയതയാണ്. എന്നാൽ ശബത്തിന്റെ ആത്മീയത പങ്കിടലിന്റെ ആത്മീയതയാണ്. അത് ഈ അയൽപക്ക ആത്മീയതയാണ്. നമ്മൾ ഈ 10 കൽപ്പനകൾ എടുത്ത് നോക്കുമ്പോൾ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. അതിനുശേഷം വരുന്ന എല്ലാ കൽപ്പനകളും ഈ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കൽപ്പനകളാണ്. അപ്പനെ അമ്മയെ ബഹുമാനിക്കാം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ റിലേഷൻസിന്, നെയ്ബർലിനെസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ആത്മീയതയാണ്. ഈ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന ബാക്കി എല്ലാ കൽപ്പനകളും നെയ്ബർലിനെസ്സിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഈജിപ്തിന്റെ പ്രത്യേകത, ശബത്തില്ലാത്ത സമൂഹത്തിന്റെ പ്രത്യേകത, അവിടെ കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിറ്റി ആണ് പ്രാധാന്യം. എന്നാൽ ഇപ്പുറത്ത് ശബത്തുള്ളിടത്ത് കമ്മ്യൂണിറ്റി അല്ല, കവണന്റ് ആണ് പ്രധാനം. ഇതാണ് ശബത്തില്ലാത്ത സമൂഹവും ശബത്തുള്ള സമൂഹവും നമ്മുടെ വ്യത്യാസം. എന്താണ് കവണന്റിന്റെ പ്രത്യേകത? എന്താണ് ഉടമ്പടിയുടെ പ്രത്യേകത? അവിടെ ദൈവവുമായി ഉടമ്പടി എത്തുമ്പോൾ ആ ഉടമ്പടി ബന്ധങ്ങളുടെ ഉടമ്പടിയാണ്. ആ ഉടമ്പടി ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടി ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഉടമ്പടി ബന്ധത്തിന്റെ അനുഭവമാണ്. ആ ആത്മീയതയാണ്. മറ്റേടത്ത് മിയർ കമ്മ്യൂണിറ്റി, കോമ്പറ്റീഷൻ. എന്നാൽ ശബത്ത് ഇത് നേരെ തിരിച്ചാണ്. നമ്മൾ ഇന്ന് ഉള്ള ലോകം, ശബത്തില്ലാത്ത ലോകത്തിന്റെ പ്രത്യേകതയാണ് വർക്ക് മോർ, പ്രൊഡ്യൂസ് മോർ, ഏൺ മോർ ആൻഡ് കൺസ്യൂം മോർ. അല്ലെ? ഇന്നത്തെ ലോകത്തെ കുറിച്ച് പറയുന്നതാണല്ലോ. ഇഫ് യു വർക്ക് മോർ, you can produce more. If you can produce more, you can earn more. If you can earn more, you can consume more. നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്താൽ കൂടുതൽ സൃഷ്ടിക്കാം, കൂടുതൽ സൃഷ്ടിച്ചാൽ കൂടുതൽ സമ്പാദിക്കാം, കൂടുതൽ സമ്പാദിച്ചാൽ കൂടുതൽ ഉപയോഗിക്കാം. ആ ഒരു ചിന്തയാണ് ഈ ഈജിപ്തിന്റെ ചിന്ത. അവിടെ കൂടുതൽ വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ കൂടുതൽ സമ്പാദിക്കാൻ ഒക്കുകയുള്ളൂ, അപ്പോൾ മാത്രമേ കൂടുതൽ കൂട്ടിവെക്കാൻ ഒക്കുകയുള്ളൂ, അപ്പോൾ മാത്രമേ കൂടുതൽ ഉപയോഗിക്കാൻ ഒക്കുകയുള്ളൂ. എന്നാൽ ശബത്തിന്റെ പ്രത്യേകത ഈ വർക്ക് മോർ, പ്രൊഡ്യൂസ് മോർ എന്നുള്ളതിന് മാറി നെയ്ബർലിനെസ്, ബന്ധങ്ങൾക്ക്, അയൽപക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. ഗോഡ് ഓഫ് സാബത്ത് ഗോഡ് ഓഫ് സാബത്ത് അല്ല ഗോഡ് ഓഫ് എക്സഡസ് ഇസ് എ സാബത്ത് ഗിവിംഗ് ആൻഡ് സാബത്ത് കമാൻഡിങ് ഗോഡ്. അത് അയൽപക്കങ്ങളുടെ, ചുറ്റുപാടുകളുടെ ഇന്റഗ്രിറ്റിയെ, അവരുടെ വിലയെ, അവരുടെ ഒരു മാന്യതയൊക്കെ ഉയർത്തിക്കാട്ടുന്ന അനുഭവം. അതുകൊണ്ട് ശബത്ത് ഇസ് എ സ്പിരിച്വാലിറ്റി ഓഫ് നെയ്ബർലിനെസ്, അയൽപക്ക ആത്മീയത പകർന്നു കൊടുക്കുന്ന ഒരു അനുഭവം കൂടിയാണ്. കുറെ ചിന്തകളാണ് ഞാൻ ശബത്തിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞു വെച്ചത്. തുടങ്ങിയത് ശബത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിവാക്കുന്നതാണ്. ശബത്ത് ഈ ലോകത്തിന്റെ സ്വഭാവത്തെ, ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയെ വെളിവാക്കുന്നതാണ്. ശബത്ത് ഒരു പുതിയ മനുഷ്യത്വം നൽകുന്നു. ശബത്ത് സമയത്തിന്റെ വീണ്ടെടുപ്പാണ്. റീഗെയിനിങ് ദ സാങ്ക്ടിറ്റി ഓഫ് ടൈം, ദ ഹോളിനെസ് ഓഫ് ടൈം. ശബത്ത് സ്പിരിച്വാലിറ്റി ഓഫ് റെസ്റ്റ്ഫുൾനെസ് ആണ്.
ഒരു വിശ്രമത്തിന്റെ ആത്മീയത നൽകുന്നതാണ്. ശബത്ത് അയൽപക്ക ആത്മീയത നൽകുന്നതാണ്. ഈ അയൽപക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. ശബത്ത് ഒരു ഞായറാഴ്ച മാത്രം വേർതിരിക്കാൻ വേണ്ടി വെച്ച ഒന്നല്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു ദിവസമായി അല്ല ശബത്തിനെ കാണുന്നത്. മറിച്ച് ശബത്ത് ജീവിതത്തിന്റെ ഒരു അനുഭവമായി, ജീവിതത്തിന്റെ ഒരു ശൈലിയായി മാറ്റുന്ന ഒന്നാണ്. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ, not a something, not a time to set apart to worship only. ഇത് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയം മാത്രമാണ്. ഇത് ജീവിതത്തിന്റെ ഒരു ശൈലിയാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ശബത്ത് ജീവിതത്തിന്റെ ഒരു ശൈലിയാകുവാൻ, ജീവിതത്തിന്റെ ഒരു ഭാഗമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ശബത്തിന്റെ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ നമ്മളും ആ ശബത്തിനെ പ്രാക്ടീസ് ചെയ്യുന്നവരായിട്ട് മാറണം. If you are worshiping a God of Sabbath, then we should practice Sabbath in our life. May God bless us. ദൈവം നമ്മെ സഹായിക്കട്ടെ. അച്ഛാ, വളരെ മനോഹരമായിട്ട് അച്ഛന് ശബ്ദത്തിനെ കുറിച്ചുള്ള നിർവചനങ്ങളും അതിൻ്റെ ആശയങ്ങളും ഒക്കെ നൽകി. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ചിന്തകളിൽ ഒരു പുതിയ ചിന്താധാര ഉടലെടുക്കുവാനായിട്ട് അച്ഛൻ്റെ ഈ പ്രഭാഷണം മൂലം സഹായിക്കും. ചിലപ്പോൾ ഇത് അല്പം അലോസരപ്പെടുത്തുന്ന ഒരു ചിന്തയായിട്ട് നമുക്ക് തോന്നിയിരിക്കാം. പലപ്പോഴും ശബത്ത് എന്ന് പറയുന്നത് ആരാധനയ്ക്കുള്ള ഒരു സമയം മാത്രമായിട്ട് കണ്ടിരുന്ന നമ്മുടെ ധാരണകൾക്കൊക്കെ വളരെ വ്യത്യാസം നൽകിയ ഒരു അനുഗ്രഹീതമായ പ്രഭാഷണമായിരുന്നു. അച്ഛനോടുള്ളതായിരിക്കുന്ന സന്തോഷം അറിയിക്കുന്നു. ഇനിയും ഈ പ്രഭാഷണത്തോടുള്ളതായിരിക്കുന്ന നമ്മുടെ പ്രതികരണങ്ങൾ പറയാനായിട്ട് ഉള്ള അവസരമാണ്. അത് ഓരോരുത്തർക്കായിട്ട് പറയാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിന് സമയം ഉപയോഗിക്കാം. അച്ഛന് ഓരോന്നിനായിട്ട് വേണമെങ്കിൽ മറുപടി പറയാം, അല്ലെങ്കിൽ മൊത്തം പ്രഭാഷണം അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷവും മറുപടി പറയാം. അത് അച്ഛന് യുക്തമായിട്ട് ചെയ്യാവുന്നതാണ്. എങ്കിലും നമ്മൾ അച്ഛൻ്റെ ഈ അനുഗ്രഹീതമായ പ്രഭാഷണത്തോട് ചേർത്ത് നമ്മുടെ ചിന്തകൾ പങ്കിടാനായിട്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. രാജു അഞ്ചേരി അച്ഛൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. രാജു അഞ്ചേരി അച്ഛൻ, ബാക്കിയുള്ളവർ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രമത്തിന് വിളിക്കുന്നതായിരിക്കും. രാജു അഞ്ചേരി അച്ഛൻ സംസാരിക്കാം. മാനുവച്ച, അച്ഛൻ്റെ ചിന്തകളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ശബത്തിനെ കുറിച്ചുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് അച്ഛൻ പറഞ്ഞതിന് അഭിനന്ദനങ്ങൾ ആദ്യം പറയട്ടെ. ഞാൻ അതിനോട് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കൊച്ചു കാര്യങ്ങളാണ്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ ശബത്തിനോട് ബന്ധപ്പെട്ട ഒരു ചിന്ത, 7-ാം ദിവസം സന്ധ്യയില്ലാത്ത, പ്രഭാതമില്ലാത്ത ദിനമാണ്. സന്ധ്യയും പ്രഭാതവും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ എറ്റേണിറ്റിയുടെ ഒരു റിഫ്ലക്ഷനാണ്. എറ്റേണിറ്റി ദൈവത്തിൻ്റെ രാജ്യമാണ്. അപ്പം ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ശബത്ത് എന്നുള്ള ഒരു ആശയം. അത് പുതിയ നിയമത്തിലെ പുതിയ യെരുശലേമിലെ ഇരുട്ടില്ലാത്ത കുഞ്ഞാട് തന്നെ വിളക്കായിരിക്കുന്ന പുതിയ ലോകത്തിൻ്റെ, പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിൻ്റെയും ഒരു അനുഭവത്തിൻ്റെ ഭാഗമാണ്. ശബത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് 7, 7, 49, 50 ജൂബിലി വർഷം, കർത്താവിൻ്റെ പ്രസാദ വർഷം. അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. അപ്പം ശബത്ത് അതുപോലെ വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ രാജ്യത്തോട് ബന്ധപ്പെട്ട ഒന്നാണ്. എന്നാൽ അതിനകത്തെ ഒരു ഇക്വാളിറ്റിയുടെ സെൻസ് ഓഫ് ഇക്വാളിറ്റിയെ കുറിച്ചുള്ള അതിൻ്റെ ഒരു ബോധ്യം വേലക്കാരനും വേലക്കാരത്തിയും അന്യനും പരദേശിയും ഒക്കെ വിശ്രമിക്കുന്ന ഒരു ദിവസം. നിനക്കെന്നും വിശ്രമിക്കാൻ അവസരമുള്ള ഒരു സമൂഹത്തിൽ നീ ജീവിക്കുന്നു. നീ എന്നും വിശ്രമിക്കുകയാണ്. നിനക്കത് കുഴപ്പമില്ല. നിനക്ക് വേണ്ടി പണിയെടുക്കാൻ അടിമകളും പണിക്കാരുമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾക്ക്, വിശ്രമമില്ലാത്ത ആളുകൾക്ക് വിശ്രമം ഉറപ്പാക്കി കൊടുക്കുന്നതിലാണ് നിന്റെ വിശ്രമം. നിന്റെ ശബത്തെന്ന് പറയുന്നത് വിശ്രമം നിഷേധിക്കപ്പെടുന്ന മനുഷ്യർക്ക് വിശ്രമം ഉറപ്പാക്കി കൊടുക്കുന്ന പ്രക്രിയയിലാണ്. അത് ആധുനിക ലോകത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ്റെ ചിന്തകളോട് ചേർത്ത് ഞാൻ ഈ ചിന്തകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു അച്ഛാ. ഞാൻ അതിന് ഇപ്പൊ തിരിച്ച് സംസാരിച്ചോട്ടെ? അതെ, പറയാം അച്ഛാ, പറയാമല്ലോ മറുപടി. അച്ഛാ, മനോഹരമായ ഈ എബ്രഹാം, ഞാൻ ആദ്യമേ പറഞ്ഞ എബ്രഹാം ഹെഷേലിന്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ സാബത്ത് ആസ് എ ഫോർട്ടേസ്റ്റ് ഓഫ് ഇറ്റേണിറ്റി എന്ന് പറയുന്നത്. ഇറ്റേണിറ്റിയുടെ ഒരു ഫോർട്ടേസ്റ്റ് ആണ് ഈ സാബത്ത്. ടേസ്റ്റ് ഓഫ് ദ വേൾഡ് ടു കം എന്നാണ്
ഈ ഹെഷേൽ അതിനെ കുറിച്ച് പറഞ്ഞ ടേസ്റ്റ് ഓഫ് വേൾഡ് ടു കം എന്ന് പറഞ്ഞത്. ഇനി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇറ്റേണിറ്റിയെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ശബത്തിന്റെ അനുഭവമാണ്. അത് സംശയമൊന്നുമില്ല. ഈ ശബത്തിന്റെ ഒരു വിശാലതയുണ്ട്, ഒരു വലിയ വിശാലതയുണ്ട്. 7ാമത്തെ വർഷം ഈവൻ ദ ലാൻഡ് നീഡ് റെസ്റ്റ് എന്ന് പറയുന്നത് പോലും ഈ 7 കൂടെ 49ാമത്തെ വർഷം അടിമകളെ മുഴുവൻ സ്വതന്ത്രമാക്കണം എന്ന് പറയുമ്പോൾ ഈ അഫേർമിങ് ദ ഡിഗ്നിറ്റി ഓഫ് ഈവൻ ദ സ്ലേവ്, എല്ലാ മനുഷ്യന്റെയും വെറുതെ വിട്ടാ പോരാ. നമ്മൾ ഈ പുറത്തൊക്കെ ഇങ്ങനെ ലേ ഓഫിന് കമ്പനികളൊക്കെ ലേ ഓഫ് കൊടുക്കുമ്പോൾ അവർക്കൊരു സെവറൻസ് പാക്കേജ് കൂടെ കൊടുത്തു വിടും എന്ന് പറയുന്ന പോലെ അവർക്ക് പിന്നീട് ജീവിക്കാനുള്ള പാക്കേജ് കൂടെ കൊടുത്തു വേണം വിടാൻ. അതുവരെ പറയുന്നുണ്ട് ഈ ജൂബിലി. ഞാൻ ജൂബിലിയിലോട്ട് പോകാനതാണ്. എന്നാൽ വളരെ വളരെ ഐറോണിക്കൽ ആയിട്ടുള്ളത്, വേദപുസ്തകത്തിൽ എങ്ങും ഇസ്രയേൽ ജൂബിലി വർഷം ആഘോഷിച്ചതായിട്ട് പറയുന്നില്ല. അത് വളരെ ഐഡിയോളജിക്കലായിട്ട് ലേവ്യാപുസ്തകം 25 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ എവിടെയും അങ്ങനെ ഇസ്രയേല് സാബത്ത് ഈ ജൂബിലി ഇയർ ആഘോഷിച്ചതായിട്ട് പറയുന്നില്ല. പിന്നീട് പ്രവാചകന്മാർ പറയുന്നുണ്ട് ഈ പ്രവാസത്തിനുള്ള പ്രധാന കാരണം ജൂബിലി ഇയർ, സബാറ്റിക്കൽ ഇയർ നിങ്ങൾ ആഘോഷിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 70 വർഷം പ്രവാസത്തിലേക്ക്, 70 വർഷം എന്ന് വെച്ചാൽ ഒരു സബാറ്റിക്കൽ, ഒരു 7ന്റെ ഒരു സാബത്ത്, അത്രയും വർഷം പ്രവാസത്തിലേക്ക് വിടാൻ കാരണം they failed to practice the sabbatical and jubilee year in their life. അതുകൊണ്ടാണ് അവരെ അങ്ങോട്ട് വിടാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വേദപുസ്തകത്തിൽ ഇസ്രയേല് ഇതൊരു ഐഡിയ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അവർ അത് ആഘോഷിച്ചായിട്ടെങ്കിലും പറയുന്നില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഫോർട്ടേസ്റ്റ് ഓഫ് ഇറ്റേണിറ്റി, നോ ഡൗട്ട്. താങ്ക് യു അച്ഛൻ. ഓക്കെ, അടുത്ത ഡോക്ടർ കെ എബ്രഹാം അച്ഛൻ സംസാരിക്കാം. അതിനുശേഷം ബ്ലെസ്സി ജോസഫ്. ഹലോ അച്ഛാ, കേൾക്കാമോ? യെസ് അച്ഛൻ. ഞാന് കമന്റ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ആയിട്ട് പറയാനായിരുന്ന കാര്യം മനോജന്റെ റെസ്പോൺസിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം പറയാനില്ല. ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒത്തിരി നാൾ കൂടെയാണ് അച്ഛനെ കേൾക്കുന്നത്. വളരെ സന്തോഷം. നല്ലൊരു എക്സ്പോസിഷൻ ആയിരുന്നു. ഞാൻ പറയാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, അതായത് ശബത്തിനെ നമുക്ക് ജൂബിലി ഇയറുമായിട്ട് ലിങ്ക് ചെയ്തുകൂടെ കാണേണ്ടതുണ്ടല്ലോ എന്നുള്ളതാണ്. അത് അച്ഛൻ ഇപ്പോഴത്തെ റെസ്പോൺസിൽ പറഞ്ഞു. ഓക്കെ. അതുപോലെ തന്നെ എന്നെങ്കിലും ഇസ്രയേലിൽ ശബത്ത് ശരിക്കും ഈ ഇയർ ഓഫ് ജൂബിലി ഒക്കെ കൊണ്ടാടിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ മറ്റൊരു ചോദ്യം. അത് ഇപ്പൊ അച്ഛൻ പറഞ്ഞു അങ്ങനെ. അപ്പൊ അതിനകത്തെ ഒരു പ്രശ്നം, ഇതൊരു ഐഡിയൽ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമല്ല ഇത് പോകുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നം. സി ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഐഡിയൽ ആൻഡ് ദ ആക്ച്വൽ. നമ്മുടെ രാജ്യത്തെ സ്ഥിതിയും അതാണല്ലോ. നിയമത്തിൽ എത്രയോ മഹത്തരമായ കാര്യങ്ങളുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള നിയമങ്ങൾ, സാധുക്കൾക്ക് കരുതുന്നതിനുള്ള നിയമങ്ങൾ, ദളിത്സിന്റെ കാര്യം, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം നിയമത്തിൽ അങ്ങനെയുണ്ട്. പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തില്ലെന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്നില്ലേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് ഞാനിവിടെ ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിന്റെ ശബത്തിന്റെ ഡീജനറേഷൻ ഒരുപാടുണ്ടായത് കൊണ്ടാണല്ലോ യേശു അതിനെ വളരെ വ്യത്യസ്തമായ വിധത്തിൽ മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല എന്നും മറ്റും പറയേണ്ടി വന്നത്. അതുപോലെ തന്നെ ശബത്തിലെ യേശുവിന്റെ മിറക്കിൾസ് എല്ലാം ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ശബത്തിന് ഒരു റെസ്റ്റോറേഷൻ ഓഫ് ശബത്ത് തന്നെ യേശുവിന്റെ ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കും ഒരു പാറ്റേൺ ആയിട്ട് സ്വീകരിക്കാവുന്നതാണെന്നാണ് എൻ്റെ ഒരു വിചാരം. താങ്ക് യു അച്ഛൻ. ഞാൻ ജൂബിലിയിലേക്ക് കൂടുതൽ പോകാനതാണ് കാരണം ഇത് ശബത്ത് മാത്രം നിർത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല എന്നുള്ളതുള്ളൂ. അത് പിന്നീട് വലിയൊരു വിഷയം കൂടിയാണല്ലോ. അച്ഛൻ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെങ്കും പഴയ നിയമത്തിലെങ്കും ഇങ്ങനെ ഇസ്രയേൽ അത് ആഘോഷിച്ചതായിട്ട് ഒരു പറയുന്നില്ല. അതൊരു ഐറണിയാണ് അത് തീർച്ചയായിട്ടും. ഇനിയും ബ്ലെസ്സി ജോസ് ആണ് അടുത്തത്. ബ്ലെസ്സി ജോസ്. ഹലോ അച്ഛ, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ മെസ്സേജ്. ഞാൻ US-ലാണ്. അപ്പം ലാസ്റ്റ് വീക്ക് എൻ്റെ വീട്ടിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വന്നു. അപ്പം വേദോത്സവം കൊണ്ടാണ് വന്നത്. സോ ഐ തോട്ട് ലൈക്ക് അവരൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ അവർ പറഞ്ഞത് കേൾക്കാൻ ആരംഭിച്ചത്. അപ്പം പിന്നെ കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇവരൊരു കൾട്ട് ഗ്രൂപ്പാണ്. അവര് യേശുക്രിസ്തു വന്നു, സൗത്ത് കൊറിയയിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പാണ്. അപ്പൊ അതിൻ്റെ അകത്ത് അവർ എന്നോട് പറഞ്ഞ ഒരു ആർഗ്യുമെന്റ്, നമ്മള് സഭകളെല്ലാം ഞായറാഴ്ചയാണ് പള്ളി പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിന്റെ പ്രമാണം അനുഷ്ഠിക്കുന്നില്ല. അപ്പം അവരതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിന് ശേഷം
എന്ന് പറയുന്നത് അന്ന് ശബത്ത് നാളായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഞായറാഴ്ച ചേർച്ചിൽ പോകുന്ന ഒരു രീതി വന്നത്? അച്ഛാ അതിന് മറുപടി അച്ഛന് പറയാം. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റിന്റെ ഒരു അതെ, പഠിപ്പില്ല. അതെ, ശബത്ത് നാളിലല്ല കർത്താവിനെ ക്രൂശിച്ചത്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈ പെസഹ കുഞ്ഞാടിനെ അറക്കുന്ന ആ സമയത്താണ് കർത്താവിന്റെ ക്രൂശീകരണം നടക്കുന്നത്. അപ്പൊ അതൊരു പെസഹ കുഞ്ഞാടായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആണ് ഉയർപ്പിന്റെ ദിവസമായി കണക്കാക്കുകയും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങൾ അനുസരിച്ചും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആഴ്ചവട്ടം 1-ാം നാൾ ആരാധനയ്ക്കായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ഈ ഒരു പക്ഷേ എന്റെ ചിന്തയാണ്. എനിക്ക് മറ്റച്ഛന്മാര് തീർച്ചയായിട്ടും അതിനെ തോമസിനോ കേബറാച്ചനോ ഒക്കെ അതിനെ ആഡ് ചെയ്യാം. എനിക്ക് പറഞ്ഞു വന്നത് ഈ ഒരു പക്ഷേ യഹൂദന്റെ ഈ ശബത്ത് എന്ന് പറയുന്നതിനെ ഒരു ഒരു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഒരു വർഷിപ്പിനെയും ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ഒരു 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 യഹൂദവൽക്കരണം നടക്കാതിരിക്കാൻ വേണ്ടി മാത്രം ആയിരിക്കണം ഒരു പക്ഷേ അത് മാറ്റി ശബത്തല്ല, ആഴ്ചപ്പെടുന്ന 1-ാം നാൾ ശബത്തിന് ശേഷമാണ് ഈ ഒരു ആരാധനയ്ക്ക് വേണ്ടി എടുത്തത്. ഒന്നാമത്തതാണ്. മറ്റൊന്ന് നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, ഈ അത് എന്തുകൊണ്ടാണെന്നൊക്കെ, ഈ സൺഗോഡ് എന്നൊക്കെ പറഞ്ഞ് പല ചിന്തകളൊക്കെ ഉണ്ടല്ലോ. എനിവേ എന്ത് തന്നെ ആയാലും വേദപുസ്തകത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ് ഉയർപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് ആരാധനയ്ക്കായി വേർതിരിച്ചത്. അതും ഈ ശബത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട് ശബത്ത് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, അത് ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ദിവസം മാത്രമല്ല. ശബത്ത് എപ്പോഴും ഒരു ലൈഫ് സ്റ്റൈലാണ്, ജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ട ഒരു ജീവിതചര്യയാണ്. അത് ആരാധനയ്ക്ക് മാറ്റിവെക്കുന്ന ഒരു ദിവസം മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും ശബത്തിനെ കാണരുത്. ഞാനൊരു കാര്യം ആഡ് ചെയ്തോട്ടെ. ശബത്തിന്റെ ജൂബിലി കൺസെപ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എന്തെങ്കിലും അതുപോലെ മനസ്സിലായോ നമുക്ക് നിശ്ചയമില്ല. ഹലോ, കേൾക്കാമല്ലോ? നിശ്ചയമില്ലെങ്കിലും യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് അതുപോലുള്ള ഒരു ശബത്ത് ജൂബിലിയോട് ബന്ധപ്പെട്ട വർഷമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആ പ്രസാദ വർഷം വന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തില്ലായിരുന്നെങ്കിലും ജൂബിലി വർഷങ്ങൾ അവരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നു. അത് പ്രാക്ടീസ് ചെയ്യാത്ത ഒന്നായിട്ട് തീർന്നിരുന്നു എന്ന് മാത്രം. താങ്ക് യു. അതെ അച്ഛാ, ഒരു വാക്കൂടെന്ന് പറഞ്ഞോട്ടെ. ഈ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് എന്ന് പറയുന്ന സഭ വളരെ ശക്തമായിട്ട് ഞായറാഴ്ച ആരാധനയെ നിഷേധിക്കുന്ന ഒരു സഭയാണ്. അവരുടെ ചില ഡോക്യുമെന്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ദൈവം കൊടുത്ത പ്രമാണം ഈ സാബത്താണ്, അതിനെ നിങ്ങൾ മാറ്റിയ തെറ്റാണെന്ന് പറയുകയും അതനുസരിച്ച് നമ്മുടെ പല ആളുകൾ ചിന്താക്കുഴപ്പമുണ്ടായി സഭ മാറിയ ചരിത്രം വരെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ നമ്മൾ പുതിയ നിയമത്തിൽ ഞായറാഴ്ച ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും യേശുവിൻ്റെ ഉദ്ധാനം നടന്ന ദിവസം 1-ാം ദിവസം എന്നുള്ളതായിരിക്കുന്ന മഹത്തായ ചിന്തയോടുകൂടെ സഭയുടെ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ആ ദിനത്തിന് നൽകിക്കൊണ്ടാണ് ഈ സാബത്തിൻ്റെ ആരാധന നമ്മൾ ഞായറാഴ്ചയുടെ ആരാധനയിലേക്ക് മാറ്റിയെന്നാണ് എൻ്റെ ഒരു ചിന്ത. വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. ഇതേ ഒരു വിഷയം ഇവിടെ കടന്നു വന്നുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇനിയും പ്രിയപ്പെട്ട വിൽസൺ ആണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. വിൽസൺ പറയാനുള്ള അവസരമുണ്ട്. നമസ്കാരം അച്ഛൻ. അച്ഛനെ ഈ ശബത്തിനെ പറ്റി ഒരു വ്യത്യസ്തമായ ചിന്ത നൽകിയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വിഷയം, വിശ്രമം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അച്ഛൻ ഒരു ജീവിതശൈലി, വിശ്രമത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലി എന്നുള്ളൊരു പറയുമ്പോഴും എന്തുകൊണ്ട്, എൻ്റെ ഒന്നാമത്തെ ഒരു ചോദ്യം തന്നെ, എന്തുകൊണ്ട് മോശയുടെ കാലഘട്ടം വരെ, അതായത് ആദാമിന്റെ കാലം തൊട്ട് മോശയുടെ കാലം വരെ ശബത്ത് ആചരിച്ചതായിട്ട് യാതൊരു വേദപുസ്തകത്തിലും തെളിവില്ല. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 13, 14, 15 ഒക്കെ വാക്യങ്ങളിലാണ് ഈ ശബത്ത് ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് പറഞ്ഞത്. അവിടെ തന്നെ ഒരു വാക്കിൽ പറയുന്നുണ്ട്, അതായത് നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവത്തെ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്ന് ഓർക്കുക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു എന്ന്. അപ്പൊ ഈ സൃഷ്ടിയിലെ 7-ാം ദിവസത്തെ വിശ്രമവും ഇതുമായിട്ട്
ബന്ധപ്പെടുത്തി കാണാൻ പറ്റുമോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യം തൊട്ടേ ആ ഒരു രീതി വരേണ്ടതല്ലായിരുന്നു. അബ്രഹാമിന്റെ കാലത്തൊന്നും ശബത്ത് ആചരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. അപ്പം ഇത് മിസ്രൈമിൽ നിന്നുള്ള വിമോചനത്തിന്റെ സൂചനയായിട്ട് ശബത്ത് ആചരിക്കുകയല്ലേ എന്നൊരു സംശയം. അതിനെപ്പറ്റി അച്ഛനൊന്ന് പറയാം. രണ്ടാമതായിട്ട് ഈ ശബത്തിന്റെ ഇത്രയും ആ ഒരു കറക്റ്റ് 6 ദിവസത്തിന് ശേഷം 7ാമത്തെ ദിവസം തന്നെ റെസ്റ്റ് എടുക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ നിർബന്ധം ഉണ്ടോ? അങ്ങനെ നമ്മൾ ഇതിനെ ആ രീതിയിൽ കാണുന്നതിനേക്കാൾ ഇപ്പൊ 5 ദിവസം കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 ദിവസമേ ജോലിയുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇതിനെ കുറെ കൂടെ മോഡിഫൈ ചെയ്യപ്പെട്ട ഒരു കാലഘട്ടത്തിൽ, എന്നാൽ റെസ്റ്റ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കൂടുതൽ റെസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്ത ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അത് ഒരു നല്ല കാര്യമല്ലേ. മൂന്നാമതായിട്ട് പറയാനുള്ള, യേശുക്രിസ്തു ഈ ശബത്തിനെ പലയിടത്തും ലംഘിക്കുന്നതായിട്ടുള്ള ഒരു രീതി കാണുന്നുണ്ട്. അതായത് ശബത്തൊരു നിബന്ധനയും നിർബന്ധവുമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാതെ ശബത്തിന് ആവശ്യമായ കാര്യങ്ങൾ ശബത്തിൽ ചെയ്യുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതായത് നന്മ ചെയ്യേണ്ട കാര്യങ്ങളിൽ ശബത്ത് നോക്കി ചെയ്യാതിരിക്കരുതെന്നുള്ളൊരു ആഹ്വാനമുണ്ട്. ഇത് അതിനെപ്പറ്റി അങ്ങനെ യേശുവും പൂർണ്ണമായിട്ട് ശബത്ത് അതേപടി ഈ വള്ളിപുള്ളി മാറാതെ ഇസ്രായേലിയര് അല്ല ഇന്ന് യഹൂദന്മാർ ആചരിക്കുന്ന രീതിയിലൊന്നും യേശുക്രിസ്തു അങ്ങനെ ചെയ്യേണ്ടതായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്തൊക്കെ കുറെ വേരിയേഷൻ ചെയ്യുന്നതിനോണ്ട് കുഴപ്പമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ, അതെ 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 അച്ഛാ, ഒരു വാക്കൂടെ. ഈ പ്രിയപ്പെട്ട വിൽസൺ പറഞ്ഞ പോലെ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ആചാര ലംഘനം നടത്തിയത് ഈ സാബത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനോഭാവം അതിൽ വ്യക്തമാണ്. അപ്പൊ ഞാൻ അച്ഛന്റെ സമയം കളയുന്നില്ല, പറഞ്ഞപ്പം പറന്നു പോവായിരിക്കും, അങ്ങ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, സോറി. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, 2 പാരമ്പര്യങ്ങളാണ് ശബത്തുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിലുള്ളത്. ഒന്ന് സൃഷ്ടിയുടെ പാരമ്പര്യവും, 2 പുറപ്പാടിന്റെ പാരമ്പര്യം. Both the creation and the Exodus culminate in the Sabbath എന്ന് പറയാം. അതായത് ഈ സൃഷ്ടിയുടെ പൂർണ്ണത എത്തി നിൽക്കുന്നത് ശബത്തിലാണ്, പുറപ്പാടിന്റെ പൂർണ്ണതയിലേക്ക് എത്തി നിൽക്കുമ്പോഴും അതും ശബത്തിലാണ്. അപ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ ഒരു വീക്ക്ലി ഇൻസ്റ്റിറ്റ്യൂഷനായി ശബത്തിനെ കണ്ടിട്ടില്ല. 7ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും നിങ്ങളെല്ലാം അതേപോലെ ആചരിക്കണമെന്നും 7ാം ദിവസം ആ ഒരു ആചരണം വരുന്നത് അത് പുറപ്പാടിലാണ്. എന്നാൽ പുറപ്പാടിലാണെങ്കിൽ പോലും ആ ആചരണത്തിന്റെ പൂർണ്ണത എത്തുന്നത് തീർച്ചയായും പ്രവാസത്തിന് ശേഷമായിരിക്കാം. പ്രവാസത്തിന് ശേഷമുള്ള ഒരു ഇസ്രായേൽ സമൂഹമാണ് ശബത്തിന് വലിയ പ്രാധാന്യം കൊടുത്തത്. നമുക്കറിയാം, ഈ യെശയ്യാ പ്രവാചക പുസ്തകം 56-ാം അധ്യായത്തിലൊക്കെ ആരൊക്കെ വീണ്ടും നമ്മുടെ ഈ പ്രവാസത്തിൽ ബാബിലോണിൽ നിന്ന് തിരിച്ചു വന്ന സമൂഹത്തിൽ ആരെയൊക്കെ കൂടെ ചേർക്കാമെന്ന് പറയുമ്പോൾ അവിടെ ദൈവം പറയുന്ന മറുപടി, ദൈവം പ്രവാചകനോട് പറയുന്നത്, ഈ പരദേശിയും ഒരു ഈവൻ ദ യൂനക് ഷാൽ enter into the community but provided they celebrate Sabbath. അവര് ശബത്ത് ആഘോഷിക്കും, ശബത്തിനെ ആചരിക്കുന്നെങ്കിൽ അവരെ കൂടെ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോ ശബത്തിന്റെ ആചരണം പൂർണ്ണമായും വലിയൊരു ആചരണമായി വന്നത് തീർച്ചയായും പ്രവാസത്തിന് ശേഷം വന്ന ഒരു ജുഡായിസത്തിലായിരിക്കാം. അതിനു മുമ്പ് അത്രയും ശക്തമായ ആചരണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വേദപുസ്തകത്തിൽ അങ്ങനെ തോന്നുന്നില്ല. അത് പ്രവാസത്തിന് ശേഷമായിരിക്കും. അതൊന്ന്. 2, ഈ ശബത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് 7ാം ദിവസം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒന്നല്ല. ഞാൻ പറഞ്ഞു, എന്റെയും വളരെ ശക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ശബത്ത് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാറ്റിവെക്കാവുന്ന ഒന്നല്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കുക എന്നുള്ളത്, അത് ക്രിയേറ്റീവാണ് റെസ്റ്റ് എപ്പോഴും. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതാണല്ലോ. ദൈവം നിവൃത്തനായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാം പൂർണ്ണമായി ഇനി ഒന്നും ചെയ്യേണ്ട എന്നുള്ളതല്ല. അവിടെ ഒരു സ്പേസ് ഫോർ ഇന്നോവേഷൻ ഈസ് ദേർ. ഒരു പുതിയ മുന്നോട്ട് പോകാൻ, ഒരു കുറച്ചുകൂടെ മനോഹരമാക്കാൻ, കുറച്ചുകൂടെ അർത്ഥവത്താക്കാൻ, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ, കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആക്കാനുള്ള സാധ്യത ആ റെസ്റ്റിൽ തന്നെയുണ്ട്. അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അതും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴാണ് നമുക്ക് റെസ്റ്റ് ഇല്ലാതെ വരുന്നത്? ആൻസൈറ്റി ഉള്ളപ്പോഴാണ്. എപ്പോഴാണ് നമുക്ക് റെസ്റ്റ് ഇല്ലാതെ വരുന്നത്? കോമ്പറ്റീഷൻ ഉള്ളപ്പോഴാണ്. ശബത്ത് ഈ ആൻസൈറ്റിക്കും കോമ്പറ്റീഷനും അപ്പുറമാകുമ്പോൾ തീർച്ചയായും നമുക്കൊരു വിശ്രമത്തിന്റെ ആത്മീയത തരും. എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, അതൊരു കോമ്പറ്റീഷൻ ഇല്ലാത്ത അയൽപക്കങ്ങളുള്ള ഒരു ആത്മീയതയ്ക്കും കൂടെ പറയുന്ന പേരാണ് ഈ വിശ്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ശബത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു 7ാമത്തെ ദിവസമാക്കണമെന്നില്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായി വരേണ്ടതാണ്. ക്രിസ്തു തീർച്ചയായിട്ടും അതിനെ ഈ ഒരു ആചരണത്തെയാണ് എതിർത്തത്, ഇതിന്റെ ഒരു അർത്ഥമില്ലായ്മയാണ് എതിർത്തത്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞത്.
അതിനെ ഒരു ആചരണമുള്ള ഒരു കമ്മ്യൂണിറ്റി ആക്കി മാത്രം മാറ്റുന്നതിന് പകരം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ട് അത് 7-ാം ദിവസം വേണമെന്നൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ലൈഫിന്റെ ഭാഗമാണ്, ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ്. ആരോ ഒരാളൊരു മെസ്സേജ് ഇട്ടു. ജോ ചെറിയാന് ചില കാര്യങ്ങളോട് പറയണമെന്ന് താല്പര്യമുണ്ട്. ജോ ചെറിയാൻ എന്തുകൊണ്ട് നമ്മുടെ ചാറ്റ് ബോക്സിലുണ്ടായിരുന്നു. മെസ്സേജ് വളരെ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. വളരെ അർത്ഥവത്തായ ഒരു മെസ്സേജ് ആയിരുന്നു വെച്ചാൽ വളരെ നമ്മുടെ വളരെ ധാരണകളെയൊക്കെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളൊരു ചിന്തകളായിരുന്നു അച്ഛൻ ഷെയർ ചെയ്തത്. ഇത് പുതിയ നിയമവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മുടെ യേശു പറഞ്ഞ ഒരു വാചകമായിട്ട് ഞാനൊന്ന് ഒരു ചിന്ത അന്ന് കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിന് ഇംഗ്ലീഷിലുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത് ഐ വിൽ ഗിവ് യു റെസ്റ്റ് എന്നാണ്. ഇതിന് വേറെ സ്ഥലത്തും യേശു പറയുന്നത് മുമ്പേ അവൻ രാജ്യവും നീതി അന്വേഷിച്ചു, അതോടുകൂടി ഇതൊക്കെ കിട്ടും, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നാളേക്കാ വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കാ വിചാരപ്പെടുമല്ലോ. സ്വർഗസ്ഥായി നിങ്ങളെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നത്. ഇതൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്റ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹാർട്ട് അല്ലേ വെച്ചാൽ. ഈ സാബത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈ അധ്വാനത്തിൽ നിന്നുള്ള റെസ്റ്റ് അല്ല, നമ്മുടെ സ്ട്രഗിളിൽ നിന്നുള്ളല്ലോ, നമ്മുടെ വറിയിൽ റെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതാണ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ കൂടെ ചേർത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ആ ഒരു ക്രിസ്തു എതിർത്തത് ഈ ഒരു സബത്തിന്റെ ഒരു സന്തോഷം അല്ല, ഒരു എന്താ ഈ സാബത്ത് ആൻഡ് ജോയ് എന്നൊരു ചിന്ത തന്നെയുണ്ട്. ശബത്തിനെ അന്നത്തെ സമൂഹത്തിൽ ശബത്തിനെ ഒരു വലിയൊരു മർദ്ദന ഉപാധിയായിട്ട് മാറ്റിയപ്പോഴാണ് അതിനെയാണ് എടുത്തത്. ശബത്തൊരു ആഘോഷിക്കേണ്ട ഒന്നാണ്, അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതാണ്. ഒരു ബേർഡൻ അല്ല, ആകേണ്ടതല്ലായിരുന്നു. ഒരു ആഘോഷിക്കേണ്ട, സന്തോഷിക്കേണ്ട ഒരു സമയത്തിന് പകരം അതിനെ ഒരു ബേർഡൻ ആക്കി മാറ്റിയപ്പോൾ അതിനെയാണ് ക്രിസ്തു എതിർത്തത്. അത് മതം എപ്പോഴും എവിടെയെങ്കിലും ബേർഡൻ ആകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ശബത്തില്ല എന്നുള്ളതാണ്. ആചരണങ്ങൾ എപ്പോഴെങ്കിലും ബേർഡൻ ആകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം പോയി, അതിന്റെ ഒരു സന്തോഷം ഇല്ലാതെ, ഒരു ജോയ് ഇല്ലെങ്കിൽ, കുർബാന പോലും അതിനകത്തൊരു സെലിബ്രേഷൻ, ഒരു ജോയിയുടെ എലമെന്റ് ഇല്ലെങ്കിൽ അത് വെറും ബേർഡൻ ആയി പോകത്തില്ലേ. മുമ്പേ പറഞ്ഞതിലെ എനിക്കൊന്ന് ബ്ലെസ്സി ജോസഫ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലേക്ക് ആരാധന മാറിയതിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയുള്ള ഒരു ഷിഫ്റ്റ് കാണാൻ സാധിക്കും. 20-ാം അധ്യായത്തിൽ വരുമ്പോൾ 7-ാം വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പൊ അപ്പം നുറുക്കൽ ശുശ്രൂഷ ആരാധന കുറച്ചും കൂടി ക്രമീകൃതമാവുകയും അതിനു മുമ്പുള്ള അപ്പോസ്തല പ്രവൃത്തിയിലെ ആദ്യ ഭാഗങ്ങളിലൊക്കെ നമുക്കറിയാം ഈ അപ്പോസ്തലന്മാർ കൂടുതലും യഹൂദ ജനത്തോട് അവരോട് കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി ശബത്ത് ദിവസം അവരുടെ സിനഗോഗുകളിലൊക്കെ പോയി സംസാരിക്കുകയും അവരെ കൂടുതലായി ഒരുമിച്ച് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സംസാരിച്ചു. അതിനുശേഷം അവര് ബഹിഷ്കരിക്കപ്പെട്ടതിന് ശേഷം കൂടുതലായിട്ട് പിന്നീട് ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷയൊക്കെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതായിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തി 20കളിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഉയർപ്പിന്റെ ഒരു വലിയ സാക്ഷികൾ എന്നുള്ള നിലയിലാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ നിന്നുള്ള ആ ഒരു ചിന്ത, അതിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ആഗ്രഹം. സഭയുടെ ഉത്തരവാദിത്വം അതല്ലേ, ഉയർപ്പിന്റെ സാക്ഷികളാണല്ലോ. അച്ഛൻ ഈ ശബത്ത് നമ്മുടെ ഒരു ജീവിതശൈലി ആക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഈ ശബത്തിന്റെ ബാഹ്യമായിട്ടുള്ള ചില ആചാരങ്ങളുണ്ടല്ലോ, അതും നമ്മളുടെ ജീവിതശൈലി ആക്കേണ്ടതായിട്ടുണ്ടോ ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ യഹൂദന്മാർ ശബത്ത് ആഘോഷിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച വരെയുള്ള സമയങ്ങളിൽ അവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് അവരുടെ ഒരു വിരുന്നാണ് അതിനകത്ത് മെയിനായിട്ടുള്ള ഘടകം. കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി വലിയ മേശ ഒരുക്കുന്നു, അവിടെ വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നു, അങ്ങനെ ആ ഒരു രീതിയിലുള്ളൊരു സന്തോഷം. അപ്പം ശബത്ത് നമ്മുടെ ജീവിതശൈലി ആകുമ്പോൾ അച്ഛൻ പറഞ്ഞ ഈ ആൻസൈറ്റി അല്ലെങ്കിൽ അതേപോലെ അത് മാത്രമാണോ, അതോ ഇപ്രകാരമുള്ള ബാഹ്യമായ ആചാരങ്ങളും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റണം? അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ബാഹ്യമായ ആചാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നില്ല എങ്കിൽ ഈ ആചരണങ്ങൾ കൊണ്ട് ഒരു ചിന്തയില്ല. അത് ഏത് ആചാരമാണെങ്കിലും അത് നമ്മുടെ ജീവനെ കുറച്ചുകൂടെ പരിപോഷിക്കുകയും കുറച്ചുകൂടെ മനോഹരമാക്കുകയും അർത്ഥവത്താക്കുകയും ചെയ്യുന്നെങ്കിൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കണം. അതല്ല എങ്കിൽ തള്ളിക്കളയണം. അത് ജീവിതത്തിനും ബന്ധങ്ങൾക്കും ഒക്കെ കുറച്ചുകൂടെ അർത്ഥവും വ്യാപ്തിയും നൽകുന്നുവെങ്കിൽ ഏത് ആചരണമാണെങ്കിലും സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയണം. പക്ഷെ അതുകൊണ്ട് തന്നെയല്ലേ യേശുക്രിസ്തു ശബത്തിനെ വിമർശിച്ചത്?
യേശു ശബത്തിനെ വിമർശിച്ചില്ല, ശബത്തിന്റെ ആചരണത്തിന്റെ അതെ ഞാൻ അവശേഷിച്ചതാണ്. നിശ്ചയമായിട്ടും ഞാൻ അതന്നെ ഉദ്ദേശിച്ചത്. ശബത്തിന്റെ ആചരണത്തെ കർത്താവ് വിമർശിച്ചതും അതിനെ ലംഘിക്കുകയും ഒക്കെ ചെയ്തത് അച്ഛൻ പറഞ്ഞ ആ ആശയം ഇല്ലാഞ്ഞത് കൊണ്ടാണ്. ലൈഫിനെ അഫേം ചെയ്യാനും അതെ നിശ്ചയമായിട്ടും ചെയ്യാനും പറ്റാതെ വന്നപ്പോൾ അതിനെ എതിർത്തു. അതെ അത് നമ്മൾ ചെയ്യണമെന്നാണ്. ലൈഫിനെ അഫേം ചെയ്യുന്നില്ലെങ്കിൽ, കുറച്ചുകൂടെ ലൈഫിനെ മീനിങ് ആക്കുന്നില്ലെങ്കിൽ ഏത് ആചരണത്തെയും തള്ളിക്കളയും. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ സംശയം ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല ആരും. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാതിരിക്കും അല്ലേ അച്ഛാ? അതെ, അല്ല എങ്ങനെയാണ് അച്ഛൻ പറയുന്ന പോലെ ചെയ്യാതെ ഓക്കെ, ആരെ പ്രാർത്ഥിക്കാനായിട്ട്. കൺക്ലൂഡിംഗ് റിമാർക്സ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞതിന് ശേഷം അതെ നിശ്ചയമായിട്ടും ബെന്നി താങ്ക്സ്, വോട്ട് ഓഫ് താങ്ക്സ് പറയും. അതെ അതിനുശേഷം ജോർജ് ചെറിയാൻ പ്രാർത്ഥിക്കണമെന്നാണ് അതെ ഒരു ഓക്കെ. പിന്നെ ഏതായാലും നമ്മുടെ ചിന്തകളെയൊക്കെ ഒരല്പം വെല്ലുവിളിച്ചതായിരിക്കുന്ന ഒരു പ്രഭാഷണമാണ് അച്ഛന് ഈ ശബത്തിനെ കുറിച്ച് നൽകിയത്. അത് നമുക്കെല്ലാം പ്രയോജനമായി എന്ന് കരുതുന്നു. നമ്മളെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ച് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ പല ചിന്തകൾ നടത്താനായിട്ട് അത് സഹായിച്ചു. അതുകൊണ്ട് തുടർന്ന് അച്ഛാ കൺക്ലൂഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛന് പറയാം. എന്നോടാണോ അച്ഛാ? ഞാനാണോ? മനുവറി സജ്ജൻ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാനുണ്ട് പറയാം. പ്രത്യേകിച്ചൊന്നുമില്ല. ഇത്രയും പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ശബത്തിനെ കുറിച്ചൊരു കൊച്ചു ചിന്തകൾ പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇത്ര വിശാലമായ ഒരു സമൂഹവും ഇത്രയും അച്ഛന്മാരുടെ ഒരു കോൺട്രിബ്യൂഷനും ഉള്ളത് കൊണ്ട് അത് കുറച്ചുകൂടെ അർത്ഥവത്തായി. വളരെ സന്തോഷം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻസ് ആണ് തന്നെ കുറച്ചുകൂടെ അർത്ഥവത്താക്കി മാറ്റുന്നത്. ഞാൻ ഈ ശബത്ത് എന്ന് പറയുന്ന ഈ രണ്ട് ഇത് മാത്രം, ഈ ഉൽപ്പത്തിയിലും പുറപ്പാടിലും മാത്രം നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിച്ചത്. അതിന് ജൂബിലി ഇയർ ആയിട്ടും സബാറ്റിക്കൽ ഇയറുമായിട്ട് 7 വർഷം കൂടുന്ന സബത്ത് ഇയറും 749 കഴിഞ്ഞു വരുന്ന ജൂബിലി ഇയറും ഒക്കെ അതിന്റെ ഒരു ഭാഗമാണെങ്കിലും അതൊന്നും പറയാൻ ആഗ്രഹിക്കുക, കാരണം അത് സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിച്ചില്ല. വളരെ ചുരുക്കിയ ചില ചിന്തകൾ, ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. വളരെ സന്തോഷം നിങ്ങളോടൊപ്പം ഈ ഒരു ദിവസം പങ്കിടാൻ സാധിച്ചതിൽ. വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച്. സുർലച്ചനോടും ഈ ഒരു വലിയ അവസരത്തിന് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു അച്ഛൻ. ഓക്കെ അച്ഛാ, പ്രത്യേകമായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ആരെങ്കിലും ക്രമീകരിച്ചിട്ടുണ്ടോ? ബെന്നി പരിമണം. ബെന്നി പ്രിയപ്പെട്ട ബെന്നി ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട മനു വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട അലക്സാണ്ട്രേ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സുനിലച്ഛൻ, മറ്റ് വൈദികരെ, ബോധനയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബോധനയുടെ 5ാമത്തെ ബൈബിൾ സ്റ്റഡി ആണല്ലോ ഇപ്പോൾ സമാപിക്കുവാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും കഴിഞ്ഞൊരാഴ്ചവട്ടക്കാലം വളരെ വലിയൊരു കൺവെൻഷൻ്റെ ഭാഗമാകുകയും അതുപോലെ തന്നെ വളരെ വലിയ വേദപഠനവും ഒക്കെ കേട്ട് ഒരു പുതിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ച ഈ ദിവസങ്ങളിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി ബോധന ഇങ്ങനെ ഈ സൂം വെബിനാറിലൂടെ നടത്തുവാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമ്മൾ പഠിച്ചത്, സാബത്ത്, ദ ഫുൾനെസ് ഓഫ് ക്രിയേഷൻ. അധികം നമ്മൾക്കാർക്കും അറിയാത്ത മേഖലകളിലേക്ക് ഈ സാബത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മനു വർഗീസ് അച്ഛൻ്റെ ഈ ചുരുങ്ങിയ സമയങ്ങളിലുള്ള ബൈബിൾ സ്റ്റഡി നമ്മൾക്ക് വളരെ പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അധികം കേട്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളാണ് അച്ഛൻ സാബത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത്. നമ്മളുടെ പല ചിന്തകളെ അത് മാറ്റുവാനായിട്ടിടയായി, പല ധാരണകളെ മാറ്റുവാനായിട്ടിടയായി, പുതിയ ഉൾക്കാഴ്ചകളെ നമുക്ക് ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലൂടെ ലഭിക്കുവാനായിട്ട് ഇടയായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട മനു വർഗീസ് അച്ഛൻ ഈ സമയം കണ്ടെത്തി ബോധനയുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരികയും അർത്ഥവത്തായി ഈ വിഷയം നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുകയും വളരെ ഗംഭീരമാർന്ന ഒരു ബൈബിൾ സ്റ്റഡി നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തതിൽ പ്രിയപ്പെട്ട മനു വർഗീസ് അച്ഛനോട് ബോധനയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ അലക്സാണ്ട്രേ തോമസ് അച്ഛൻ ഇന്ന് നമുക്ക് മോഡറേറ്ററായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും നമ്മളുടെ ഈ ഉദ്യമത്തിന് വളരെ നല്ല രീതിയിൽ സഹായം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അച്ഛൻ തൻ്റെ സമയം ചെലവഴിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ഇന്ന് ഈ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ നമുക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട അലക്സാണ്ട്രേ തോമസ് അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് ബോധനയുടെ പേരിൽ അറിയിച്ചുകൊള്ളുകയാണ്. ഇന്ന് നമുക്ക് ഒത്തിരി അച്ഛന്മാരുടെ സാന്നിധ്യം നമ്മുടെ ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട കെ എബ്രഹാം അച്ഛൻ, അതുപോലെ തന്നെ PJ വർഗീസ് അച്ഛൻ, രാജു അഞ്ചേരി അച്ഛൻ, ജോളി തോമസ് അച്ഛൻ, അലക്സ് മൈലസ് അച്ഛൻ, അങ്ങനെ P മാത്യു അച്ഛൻ, അങ്ങനെ ഒത്തിരി അച്ഛന്മാർ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ ധന്യമാക്കി. ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്.
നമുക്ക് സൂം ഒരുക്കി തന്നത് ശ്രീ ഷാജി ലൂക്കോസ് ആണ്. ബോധനയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇതിനുശേഷം നടന്ന അർത്ഥവത്തായ ചർച്ചകളിൽ പങ്കെടുത്ത ധാരാളം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെയും ആശയങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി. അങ്ങനെ ഈ ബൈബിൾ സ്റ്റഡി ഇന്ന് ധന്യമാക്കി തീർത്ത ചോദ്യം ചോദിച്ചവർ, ചർച്ചകൾ പങ്കെടുത്ത പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും പല സമയങ്ങളിൽ ഈ ബോധനയുടെ വെബിനാറിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ബോധനയുടെ സ്നേഹിതരായിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും പുതിയ ഒരു വിഷയമായി പുതിയൊരു ബൈബിൾ സ്റ്റഡിയായിട്ട് ബോധന വരുന്നതായിരിക്കും. അതുവരെയും ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ. നമ്മുടെ ചിന്തകളെല്ലാം നമ്മളെ നിത്യ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഒരു ജീവിത ശൈലി ഈ ബൈബിൾ കേന്ദ്രീകൃതമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി. ഇപ്പോൾ പ്രിയപ്പെട്ട അതെ പ്രാർത്ഥിക്കും. രാജു അഞ്ചേരി അച്ഛന് ആശീർവാദം പറയും. അച്ഛനുണ്ടെന്ന് കരുതുന്നു. ജോച്ചെറിയാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കും. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത്രയും പേർക്ക് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുവാനും കർത്താവെ അവിടുത്തെ വചനത്തിന്റെ ആഴമായ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാക്കിയ വലിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നേതൃത്വം നൽകിയ അച്ഛനെയും ഇതിൽ മറ്റുള്ള എല്ലാ അച്ഛന്മാരെയും കർത്താവെ പങ്കെടുത്ത എല്ലാ അച്ഛന്മാരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പലയിടങ്ങളായി നിങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ കർത്താവെ ഒരുമിച്ച് വരുവാൻ തക്കപോലെ കർത്താവ് നേതൃത്വം നൽകുന്ന സുല്ലച്ചനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഈ പഠനം ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കർത്താവ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുടുംബങ്ങളെ എല്ലാ അടുത്ത കാര്യങ്ങളോട് സമർപ്പിക്കുന്നു. ആവശ്യമായ കൃപകളെ ദാനമായിട്ട് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ധ്യകൾ നല്ല ഉറക്കം തരണമേ. രാവിലെ എഴുന്നേറ്റ് കർത്താവെ നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്ക്, ഓരോ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ തക്കപോലെ ഞങ്ങൾ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാലധികം നന്മകളെ കൊണ്ട് നിറയ്ക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരും കൂടിയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.